ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്. 63 അക്കം ഒരു അസൗകര്യമാണ്. 100+ ഒരു അനാവശ്യവും. 75-ലോ 80-ലോ നിന്നിരുന്നെങ്കിൽ താക്കോലെടുക്കുന്നവർക്കും ശ്വാസം മുട്ടുന്നവർക്കുമൊക്കെ നിറഞ്ഞാടി അവകാശവാദം ഉയർത്താമായിരുന്നു. ഇതിപ്പോൾ KPCC രാഷ്ട്രീയകാര്യ സമിതിയിൽ VD സതീശൻ മുന്നോട്ട് വെച്ച 63 മണ്ഡലങ്ങൾ എന്നത് അച്ചട്ടായി ഫലം വന്നുപോയി. രാഷ്ട്രീയകാര്യ സമിതിയിൽ താൻ നടത്തിയ സർവേ പ്രകാരം 63 എന്ന് അവതരിപ്പിച്ചപ്പോഴേ മറുപക്ഷത്തിന് അപകടം മണത്തിരുന്നു. 21-ൽ നിന്നും 42 കൂടി നേടിയുള്ള ഫലത്തിലേക്കുള്ള പ്ലാനും പദ്ധതിയും നടന്ന് അത് നടപ്പാക്കിയ നേതാവിനെ പുറത്തിരുത്തി ഉപായത്തിൽ കസേര ഉറപ്പിക്കാനുള്ള പദ്ധതി ഇപ്പോൾ അവസാന ഘട്ടത്തിലാണ്. അതത്ര എളുപ്പമല്ലാത്തതുകൊണ്ടാണല്ലോ മുൻ അധ്യക്ഷന്മാരെയും വർക്കിംഗ് പ്രസിഡന്റുമാരെയും ഡൽഹിക്ക് വിളിപ്പിച്ചിരിക്കുന്നത്. എല്ലാവരെയും കേൾക്കൂ. ഇന്നലെ തമിഴ്നാട്ടിലെ ജനവികാരം നേരിട്ടറിഞ്ഞ രാഹുൽ ഗാന്ധിക്ക് 100 കടന്ന കേരളത്തിന്റെ ജനവികാരം 7-ാം നാളും പിടികിട്ടിയില്ലേ? കണ്ണുരുട്ടി ഫ്ലക്സ് അടുപ്പിച്ചാൽ ജനവികാരം അവസാനിക്കുമെന്ന് ഹൈക്കമാൻഡിനെ ധരിപ്പിച്ചതാരാണ്? കേരളത്തിന്റെ കാത്തിരിപ്പിന്റെ ദൈർഘ്യമേറുമ്പോൾ 7-ാം നാളും അഴിയാ കുരുക്കിലോ എന്നതാണ് ചോദ്യം. കോൺഗ്രസിൽ നിന്നും ഡോക്ടർ ജിൻഡോ ജോൺ, മുസ്ലിം ലീഗിൽ നിന്നും ഷാഫി ചാലിയം, രാഷ്ട്രീയ നിരീക്ഷകരായ TK വിനോദൻ, ഒപ്പം തന്നെ ശ്രീ NP ചെക്കുട്ടിയും ചർച്ചയിൽ. അത് ഞാൻ കോൺഗ്രസ് പ്രതിനിധിയിലേക്കാണ്. ജിൻഡോ, ഇതിപ്പോൾ 7-ാം ദിവസമായി, സമയം വൈകിട്ടില്ല, ഇതൊന്നും അധികം വൈകലല്ല എന്നൊക്കെ നിങ്ങൾ പറയുമ്പോഴും നിങ്ങളിൽ നിന്ന് തന്നെ നേതാക്കളുടെ പ്രതികരണം വരികയാണ്. വൈകിപ്പോയി, പുറത്തേക്ക് ഇറങ്ങാൻ പോലും പറ്റാത്ത അവസ്ഥയാണ് പലർക്കും എന്ന് പറയുന്നു. എന്താണ് ഈ ഘട്ടത്തിൽ പറയാനുള്ളത്? ഈ ഘട്ടത്തിൽ ഇപ്പോൾ കോൺഗ്രസിൻ്റെ പല നേതാക്കന്മാരും പല അഭിപ്രായങ്ങൾ പറയുന്നുണ്ട്. പലരും ജനങ്ങളുമായിട്ട് ഇടപഴകുമ്പോൾ പലതരത്തിലുള്ള അഭിപ്രായങ്ങൾ കേൾക്കുന്നു. എന്താ മുഖ്യമന്ത്രി വരാത്തെന്നുള്ള അഭിപ്രായങ്ങൾ കേൾക്കുന്നു. പൊതുവെ പാർട്ടിയുടെ ഒരു സ്ട്രക്ചർ അനുസരിച്ചിട്ട് അതിൻ്റെ പ്രൊസീജിയർ ആയിട്ട് മുന്നോട്ട് പോവുകയാണ്. നേതാക്കന്മാരുടെ അഭിപ്രായം, MLA-മാരുടെ അഭിപ്രായം എല്ലാം കേൾക്കുന്നു. പൊതുജനവികാരം എന്താണെന്ന് മനസ്സിലാക്കുന്നു. ഇതെല്ലാം കേട്ടിട്ടുള്ള പ്രൊസീജിയറിൻ്റെ അവസാന ഘട്ടത്തിലാണ്. അപ്പോൾ ഈ ദിവസങ്ങളിൽ തന്നെ അതിനുള്ള മറുപടി ഉണ്ടാവും. അപ്പോൾ അതിനപ്പുറത്തേക്ക് കൂടുതലായിട്ട് വേറെ ഒന്നും പറയാനില്ല. ശ്രീ ഷാഫി ചാലിയം, ഇന്നിപ്പോൾ ലീഗിലെ ചില നേതാക്കൾ പറയുന്നു പുറത്തേക്കിറങ്ങാൻ വയ്യ, MLA-മാർക്കും നേതാക്കൾക്കും പുറത്തേക്കിറങ്ങിയാൽ ജനം കൈവയ്ക്കുമെന്ന അവസ്ഥ പോലും ഉണ്ട് എന്ന് ചില നേതാക്കൾ പറയുകയാണ്. ആ തരത്തിലായോ ഇപ്പോൾ കോൺഗ്രസിൽ നല്ല ഭൂരിപക്ഷത്തിൽ ജയിച്ച ചില MLA-മാർക്ക് ലീഗ് നടത്താനിരുന്ന സ്വീകരണ പരിപാടി റദ്ദാക്കുകയും ചെയ്തിരിക്കുന്നു? അതത്ര ശരിയായ രീതിയാണോ? എന്താണ് സംഭവിക്കുന്നത് നാട്ടിൽ? അല്ല, ഇതൊക്കെ മനഃപൂർവ്വം ഉണ്ടായ സംഭവമല്ലല്ലോ. കോൺഗ്രസ് എന്ന പാർട്ടി വലിയ പാർട്ടിയാണ്, ഒരുപാട് നേതാക്കളുള്ള പാർട്ടിയാണ്. സ്വാഭാവികമായും എണ്ണയിൽ നിന്ന് നൂലെടുക്കുന്നത് പോലെ ഒരു നേതാവിന് അങ്ങനെ എടുക്കാൻ പെട്ടെന്ന് കോൺഗ്രസ്സിന് കഴിയില്ല. അപ്പോൾ അതിൻ്റെ കാലതാമസമാണ്. ആ കാലതാമസം താഴെത്തട്ടിൽ അണികൾക്ക് പ്രയാസം ഉണ്ടാക്കുന്നുണ്ട്. അത് പറയാതിരുന്നിട്ട് കാര്യമില്ല. പക്ഷെ എന്നാലും സിറ്റുവേഷനെ ഒക്കെ എളുപ്പത്തിൽ പരിഹരിച്ച് എളുപ്പത്തിൽ തീരുമാനമുണ്ടാകാൻ സാധിക്കട്ടെ എന്ന് പ്രത്യാശിക്കുകയല്ലാതെ ഒരു ഘടകകക്ഷിയെ ഞങ്ങൾക്ക് വേറെ എന്ത് പറയാൻ കഴിയും? പറയുന്നതിലുള്ള പരിമിതിയാണ് ഇപ്പോൾ പ്രകടിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ശ്രീ TK വിനോദൻ, ഇപ്പോൾ ഈ കേരളത്തിൽ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു അസ്വാഭാവിക സാഹചര്യമായി അങ്ങ് വിലയിരുത്തുന്നുണ്ടോ? ആരാകും മുഖ്യമന്ത്രി എന്നതിൽ ഒരു രൂപവുമില്ലാത്ത അവസ്ഥ. ഈ തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ മുന്നോട്ട് വെച്ച പേരിൽ അതിൽ പ്രവർത്തിച്ച നേതാവ് എന്ന നിലയ്ക്ക് VD സതീശനെ മുന്നിൽ കാണുന്നു. അദ്ദേഹം പറഞ്ഞ കണക്കിലേക്ക് തെരഞ്ഞെടുപ്പ് ഫലം വരികയും ചെയ്തു. പക്ഷെ അത് കഴിഞ്ഞപ്പോൾ അവകാശവാദികളായി വീണ്ടും അവകാശവാദവുമായി കൂടുതൽ പേർ എത്തുന്ന സാഹചര്യമാണ് കണ്ടത്. ഇപ്പോൾ 3 പേരിലേക്ക് നീങ്ങുന്ന ചർച്ച എങ്ങുമെത്താതെ നീളുമ്പോൾ എന്താണ് മനസ്സിലാക്കേണ്ടത്? ആദ്യമേ ഒരു കാര്യം പറയട്ടെ. ഈ സാമൂഹ്യ മാധ്യമങ്ങളിലൊക്കെ അഭിപ്രായം പറയുന്ന ആളുകൾ UDF-കാരല്ലാത്തവർ, UDF-ന് വേണ്ടി വിയർപ്പൊഴുക്കാത്തവർ ഒക്കെ അഭിപ്രായം പറയേണ്ട എന്നൊക്കെ ഉള്ള രീതിയിൽ കോൺഗ്രസിൻ്റെയും ചില UDF-ൻ്റെയും ഒക്കെ ആളുകൾ ഇങ്ങനെ സാമൂഹ്യ മാധ്യമങ്ങളിൽ വളരെ എന്താ പറയേണ്ട ഒരു ആവേശത്തോടെ അല്പം അഹങ്കാരത്തോടെയൊക്കെ പറയുന്നത് കേട്ടു. ഞാൻ UDF-ൻ്റെ ഒരു വോട്ടറല്ല, UDF-നെ അനുകൂലിക്കുന്ന ആളുമല്ല. പക്ഷേ ഈ നാട്ടിൽ നടക്കുന്ന കാര്യങ്ങൾ നിരീക്ഷിക്കുന്ന ഒരാളെന്ന നിലയ്ക്ക് തീർത്തും അസ്വാഭാവികമായ കാര്യങ്ങളാണ് നടക്കുന്നത്. ഇവിടെ തിരഞ്ഞെടുക്കപ്പെട്ട 63 കോൺഗ്രസ് MLA-മാരെയും ശരിക്കും പറഞ്ഞാൽ അവഹേളിച്ചിരിക്കുകയാണ് കോൺഗ്രസ് നേതൃത്വം.
കാരണം ഈ തിരഞ്ഞെടുക്കപ്പെട്ട ശരിക്കും ജനങ്ങളുടെ മുമ്പിൽ ചെന്ന് വോട്ട് വാങ്ങി ജയിച്ച MLA-മാർ ഒരാൾ പോലും യോഗ്യനല്ല. ഇത്തവണ തെരഞ്ഞെടുപ്പിന് മത്സരിക്കാത്ത ഒരാൾ വേണം. ഒരാൾക്കാണ് ആ MLA-മാർ തന്നെ. അവർ സ്വയം അവരുടെ ആത്മാഭിമാനത്തെക്കുറിച്ചാണ് എനിക്ക് സംശയം. അവർ തന്നെ അതിൽ തന്നെ ഭൂരിപക്ഷം വാർത്തകൾ വെച്ച് നോക്കിയാൽ 43 45 പേരൊക്കെയാണ് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാത്ത ഒരാൾ മുഖ്യമന്ത്രിയായി വരണം എന്ന് പറയുന്നത്. അത് ശരിക്കും പറഞ്ഞാൽ എന്തുകൊണ്ടാണ് ഈ തെരഞ്ഞെടുക്കപ്പെട്ടവരിൽ ഒരാൾ പോലും അതിന് യോഗ്യനല്ലേ? അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ടാണ് ഇദ്ദേഹം ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാതിരുന്നത്? അതിനൊരു ഉത്തരം വേണ്ടേ? ഈ തെരഞ്ഞെടുപ്പിൽ ഇദ്ദേഹമാണ് ഏറ്റവും യോഗ്യൻ മുഖ്യമന്ത്രി സ്ഥാനത്തേക്കെങ്കിൽ ഹൈക്കമാൻഡ് എന്ന് പറയുന്ന ഈ അമൂർത്തമായ സംഭവത്തിന് അവർക്കും അങ്ങനെ ബോധ്യമുണ്ടെങ്കിൽ എന്തുകൊണ്ടാണ് അദ്ദേഹത്തെ മത്സരിപ്പിക്കാതിരുന്നത്? ഒളിച്ചു കടത്താനുള്ള ശ്രമമാണോ? അങ്ങനെ ഒളിച്ചു കടത്തിയാൽ 6 മാസത്തിന് ശേഷം അദ്ദേഹത്തിന് ഒരു ഉപതെരഞ്ഞെടുപ്പ് നേരിട്ട് ജയിക്കാൻ കഴിയുമോ? അല്ല, അതിൽ പറയുന്നുണ്ട് ശ്രീ ടി കെ വിനോദൻ, 6 മാസം ജനങ്ങളുടെ മനസ്സ് വളരെ പെട്ടെന്ന് കാര്യങ്ങൾ മറക്കുന്ന രീതിയാണ്. അതുകൊണ്ട് 6 മാസം ആവുമ്പോഴേക്കും ഈ പ്രതിഷേധമൊക്കെ കെട്ടടങ്ങും. ഇപ്പോൾ ഈ ഫ്ലക്സ് മാറ്റുമ്പോൾ തന്നെ പ്രതിഷേധങ്ങൾ കെട്ടടങ്ങി എന്ന വിലയിരുത്തലേക്ക് ഹൈക്കമാൻഡ് പോകുന്നു എന്ന വാർത്തകളും ഉണ്ടല്ലോ. ഫ്ലക്സ് എടുത്തു മാറ്റുന്നതോടുകൂടി പ്രശ്നം കഴിഞ്ഞു. അപ്പോൾ ഫ്ലക്സ് എടുത്തു മാറ്റാൻ നിർദ്ദേശം നൽകിയിരിക്കുന്നു, ഫ്ലക്സ് എടുത്തു മാറ്റിയിരിക്കുന്നു. അപ്പോൾ 2 ദിവസത്തെ സാവകാശം, അത് കഴിയുമ്പോഴേക്കും തീരുമാനത്തിലേക്ക് പോകാം. ഇതൊക്കെയാണ് പറഞ്ഞു കേൾക്കുന്നത്. എല്ലാം പറഞ്ഞു കേൾക്കുന്നത് മാത്രമാണല്ലോ പുറത്തേക്ക് വരുന്നത് ശ്രീ ടി കെ വിനോദൻ. അതുപോലെ ഈ 6 മാസം ഒരു സമയമാണ്. ആ സമയത്തിനുള്ളിൽ ജനം മറക്കും എന്നാണ് കരുതുന്നത് ശ്രീ ടി കെ വിനോദൻ. 6 മാസത്തിനുള്ളിൽ എവിടെ നിന്നാണ് ജയിക്കുന്നത്? തീർച്ചയായിട്ടും UDF-ന് സുരക്ഷിതമായ മണ്ഡലങ്ങളുണ്ട്. ആ മണ്ഡലങ്ങളെല്ലാം തന്നെ മുസ്ലിം ലീഗിൻ്റെ ഉറച്ച മണ്ഡലങ്ങളാണ്. ആ മുസ്ലിം ലീഗ് തീരുമാനിക്കുന്ന മുസ്ലിം ലീഗിൻ്റെ ഏത് മണ്ഡലത്തിൽ വേണമെങ്കിലും UDF-ൻ്റെ ഒരു സ്ഥാനാർത്ഥിക്ക് ജയിച്ച് കയറാം. അല്ലാതെ എവിടെയെങ്കിലും കേരളത്തിൽ UDF-ന് സുരക്ഷിതമെന്ന് പറയാവുന്ന ഒരു മണ്ഡലമുണ്ടോ? ഈ തെരഞ്ഞെടുപ്പിൽ 102 സീറ്റ് കിട്ടിയെന്നുള്ളതൊക്കെ ശരിയാണ്. അപ്പോൾ തീർച്ചയായിട്ടും ജനങ്ങളെ വെല്ലുവിളിച്ചുകൊണ്ട് 6 മാസത്തിനുള്ളിൽ ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പിനെ നേരിട്ടാൽ ജനങ്ങൾ അതിന് ശിക്ഷ നൽകും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതുപോലെ ഈ കോൺഗ്രസിൻ്റെ MLA-മാർ അവർ പലരും മിക്കവരും നല്ല വിവരമുള്ളവരും കാര്യങ്ങളെക്കുറിച്ച് ബോധ്യമുള്ളവരൊക്കെയാണ്. പക്ഷേ അവരെ ഈ കേരളത്തിൻ്റെയും ഇന്ത്യയുടെയും സമകാലിക രാഷ്ട്രീയ ചരിത്രം അവരല്പം പഠിച്ചിരിക്കുന്നത് നല്ലതാണ്. കേരളത്തിൽ തന്നെ ഈ പൊളിറ്റിക്കൽ സ്റ്റെബിലിറ്റി എന്ന് പറയുന്നത് എന്നാണ് കേരളത്തിൽ വരുന്നത്? ശരിക്കും 1970-77 അച്യുതമേനോൻ മന്ത്രിസഭ കാലാവധി പൂർത്തിയാക്കിയെങ്കിലും 82-ന് ശേഷമാണ് കേരളത്തിൽ മന്ത്രിസഭകൾ കാലാവധി പൂർത്തിയാക്കാൻ തുടങ്ങുന്നത്. അതുവരെയുള്ള കാലത്തെ കേരളത്തിൻ്റെ രാഷ്ട്രീയ ചരിത്രം എന്താണ്? വലിയ ഭൂരിപക്ഷം നേടിയിട്ടുള്ള മന്ത്രിസഭകൾ അറിയാം. 1960-ൽ വിമോചന സമരത്തിന് ശേഷമുള്ള തെരഞ്ഞെടുപ്പിൽ ഇതേപോലെ 63 സീറ്റാണ് കോൺഗ്രസിന് കിട്ടുന്നത്. 126 അംഗങ്ങളാണ് അസംബ്ലിയിലുള്ളത്. അപ്പം 63 എന്ന് പറയുമ്പോൾ കൃത്യം പകുതിയാണ് ഭൂരിപക്ഷം വരുന്നത്. PSP നേതാവായിരുന്ന പട്ടം താണുള്ളിലേക്ക് പിന്തുണ നൽകി. അതിനുശേഷം പട്ടത്തിനെ പഞ്ചാബ് ഗവർണറാക്കി വിട്ടു. അതിനുശേഷം എന്താണ് സംഭവിച്ചത്? ആ ഗവൺമെൻറ് വലിയ ഭൂരിപക്ഷം ഉണ്ടായിരുന്ന ആ ഗവൺമെൻറ് അവസാനം R ശങ്കറിനെ അവിശ്വാസ പ്രമേയത്തിലൂടെ പുറത്താക്കുകയാണ് ചെയ്തത്. അതുപോലെ 67-ൽ 133 അംഗങ്ങളുള്ള നിയമസഭയിൽ 117 സീറ്റ് നേടി വന്ന സർക്കാർ ഏതാണ്ട് 2 വർഷം കഴിയുമ്പോഴത്തേക്ക് വീഴുകയാണ് ചെയ്തത്. അപ്പോൾ ഇങ്ങനെ ഇവിടെ ഉണ്ടാവുന്ന ഈ സ്പർദ്ധ ഇപ്പോൾ തീർച്ചയായിട്ടും ജനങ്ങൾ പ്രതീക്ഷിച്ച, ജനങ്ങളുടെ മുമ്പിൽ നേതാവായി ഉയർത്തിക്കാട്ടിയ ആൾ അതാര് തന്നെ ആവട്ടെ, അപ്പോൾ അദ്ദേഹം ആർട്ടിക്കുലേറ്റ് ചെയ്ത രാഷ്ട്രീയമുണ്ട്. ആ രാഷ്ട്രീയത്തിന് അനുകൂലമായിട്ടാണ് കേരളത്തിലെ ജനങ്ങൾ വോട്ട് ചെയ്തതെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അത് ദേശീയ തലത്തിൽ രാഹുൽ ഗാന്ധി പ്രതിനിധാനം ചെയ്യുന്ന പുതിയ ഒരു തരം രാഷ്ട്രീയം, കോൺഗ്രസിൻ്റെ പരമ്പരാഗത രാഷ്ട്രീയത്തിൽ നിന്ന് വ്യത്യസ്തമായ രീതിയിലുള്ള രാഹുൽ ഗാന്ധി ആർട്ടിക്കുലേറ്റ് ചെയ്ത ആ രാഷ്ട്രീയത്തിൻ്റെ പ്രതിനിധി എന്ന നിലയിൽ കേരളത്തിലെ പ്രതിപക്ഷ നേതാവ് നേതൃത്വം നൽകിയ അദ്ദേഹം മുന്നോട്ട് വെച്ച രാഷ്ട്രീയത്തിനാണ് കേരളത്തിലെ ജനങ്ങൾ അംഗീകാരം നൽകിയതെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അവിടെ സാമുദായിക സംഘടനകളോട് അദ്ദേഹം എടുത്ത സമീപനം, സാമുദായിക സംഘടനകൾ രാഷ്ട്രീയത്തിൽ ഇടപെടാൻ പാടില്ല എന്ന ശക്തമായ ആ സന്ദേശം, അതുപോലെ തന്നെ വെള്ളാപ്പള്ളി നടേശനെ പോലെ ഒരാൾ കേരളത്തിൽ ഒരു കാലത്തും കേട്ടിട്ടില്ലാത്ത രീതിയിൽ നടത്തിയ വംശീയ അധിക്ഷേപം, അതിനെയൊക്കെ അതിശക്തമായിട്ട് നേരിടാൻ കഴിഞ്ഞ ഒരു നേതാവ്. എനിക്കൊന്ന് കേരളത്തിൽ കോൺഗ്രസിൽ മറ്റൊരു നേതാവിനും, ഞാൻ VD സതീശൻ്റെ ഒരു ആരാധകനോ അദ്ദേഹത്തിൻ്റെ നിലപാടുകളോടോ എല്ലാത്തിനോടും യോജിക്കുന്ന ഒരാളോ ഒന്നുമല്ല. രാഷ്ട്രീയ നേതാവെന്ന നിലയിൽ എനിക്ക് തോന്നുന്നു കേരളത്തിലെ കോൺഗ്രസിൽ ആ നിലയിൽ സാമുദായിക നേതാക്കന്മാരെ, വർഗീയ വിഷം വമിക്കുന്നവരെ, അവരോട് ശക്തമായൊരു നിലപാട് സ്വീകരിക്കാൻ ഈ പ്രതിപക്ഷ നേതാവിന് കഴിഞ്ഞതുപോലെ കേരളത്തിലെ ഏതെങ്കിലും ഒരു കോൺഗ്രസ് നേതാവിന് കഴിയും എന്നെനിക്ക് തോന്നുന്നില്ല. തീർച്ചയായിട്ടും മറ്റു 2 പേരുകൾ, ഇപ്പോൾ ക്ലെയിം ഉന്നയിക്കുന്ന മറ്റു 2 പേരും പരമ്പരാഗതമായ രീതിയിൽ വന്ന ഈ ചാലിൽ ഒരു മാറ്റം കൊണ്ടാണ് കേരളത്തിലെ ജനങ്ങൾ വോട്ട് ചെയ്തതെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതിൽ ഒരു കാര്യമുള്ളത്, കോൺഗ്രസിന് പുറത്ത്, UDF-ന് പുറത്ത് വലിയൊരു വിഭാഗം ആളുകൾ ഇന്നത്തെ രാഷ്ട്രീയം ഈ രീതിയിൽ പോയാൽ പോരാ എന്ന് പ്രതീക്ഷിക്കുന്നത്, കോൺഗ്രസിൻ്റെയും UDF-ൻ്റെയും രാഷ്ട്രീയത്തിൽ ഗുണപരമായ മാറ്റം കൊണ്ടുവരാൻ പ്രതിപക്ഷ നേതാവ് നേതൃത്വം നൽകുന്ന ഈ രാഷ്ട്രീയത്തിന് കഴിയും. അതിനകത്ത് ഇപ്പോൾ BJP-ക്കെതിരായി ദേശീയ തലത്തിൽ ഉയർന്നു വരുന്ന മുന്നണി, ഈ കേരളത്തിലെ പ്രത്യേക സാഹചര്യം, ഇതൊക്കെ പരിഗണിച്ച് ഇങ്ങനെ ഒരു മുന്നണിക്ക് പിന്നിൽ അണിനിരന്ന അല്ലെങ്കിൽ അത് വോട്ട് ചെയ്ത ജനങ്ങളെ അപഹസിക്കുന്ന
ഒരു സമീപനമാണിത്. ഇതിപ്പം 6, 8, 10 ദിവസം താമസിക്കുന്നു എന്നുള്ളതല്ല, പിൻവാതിൽ കൂടി വന്ന ഒരാളെ, തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാത്ത, ജനങ്ങളെ അഭിമുഖീകരിക്കാത്ത ഒരാളെ, അല്ല അതിനേക്കാളെല്ലാം പ്രധാനം ജനങ്ങളെ അഭിമുഖീകരിക്കാത്ത ഒരാൾ മുഖ്യമന്ത്രിയാകണം. ആ വാശി അത് ശരിക്കും ജനങ്ങളോടുള്ള വെല്ലുവിളി തന്നെയാണ്. അത് ശരിക്കും തീർത്തും അസ്വാഭാവികമാണ്. ഇതിന് വലിയ വില കൊടുക്കേണ്ടി വരും. ഈ ദിവസങ്ങൾ തന്നെ കേരളത്തിലെ കോൺഗ്രസിന് വലിയ വില കൊടുക്കേണ്ടി വരും. അതിനകത്ത് കോൺഗ്രസിൻ്റെ പുതിയ തലമുറ പലരും ഞാൻ പറഞ്ഞില്ല 82-ന് ശേഷമാണ് കേരളത്തിലൊരു പൊളിറ്റിക്കൽ സ്റ്റെബിലിറ്റി അങ്ങനെ ഉണ്ടാകുന്നത്. 82-ന് ശേഷം ജനിച്ചവരായിരിക്കും. എന്നാലും നമ്മൾ ജനിക്കുന്നതിന് മുമ്പുള്ള കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കിയിരിക്കണമല്ലോ. കേരളത്തിലെ കോൺഗ്രസിലെ പുതിയ തലമുറ, എല്ലാ തലമുറയിലുംപ്പെട്ട കോൺഗ്രസ് നേതാക്കന്മാർ അല്പം രാഷ്ട്രീയ ചരിത്രം ശ്രദ്ധിച്ച് പഠിക്കുന്നത് നല്ലതായിരിക്കും എന്നെനിക്ക് തോന്നുന്നു. ശ്രീ എൻ പി ചെക്കുട്ടി, ഇപ്പോൾ ഒടുവിൽ ഹൈക്കമാൻഡിൽ നിന്ന് വന്നിരിക്കുന്ന ആവശ്യം മുൻ KPCC അധ്യക്ഷന്മാരെ ഡൽഹിക്ക് വിളിപ്പിച്ചിരിക്കുന്നു, അവരിൽ നിന്ന് കേൾക്കണമെന്നുള്ളതാണ്. ഇവിടുത്തെ മറ്റ് നിലവിലുള്ള വർക്കിംഗ് പ്രസിഡന്റുമാരെയും വിളിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാവരെയും കേട്ട് ഇതുവരെ കേട്ടത് മതിയായിട്ടില്ല എന്ന രൂപത്തിലേക്ക് കാര്യങ്ങൾ നീളുന്നത് എന്തുകൊണ്ടായിരിക്കാം? മുൻ വർക്കിംഗ് പ്രസിഡന്റുമാരിൽ നിന്ന് കേൾക്കുമ്പോൾ അതിൽ ഭൂരിപക്ഷം VD സതീശിനൊപ്പമാണെന്ന് കേൾക്കുന്നു. പക്ഷേ വർക്കിംഗ് പ്രസിഡന്റുമാരിലേക്ക് എത്തുമ്പോൾ അത് തിരിച്ച് ഒരാൾ പോലും VD സതീശിനൊപ്പമല്ല എന്നുള്ള ചിത്രവുമുണ്ട്. MLA മാർ എങ്ങനെയാണ് കേസിക്കൊപ്പം കൂടുതലായി എത്തിയത് എന്നുള്ള കണക്കിലേക്ക് എങ്ങനെയാണ് എത്തുന്നതെന്നുള്ളതും നമ്മൾ മുമ്പ് ചർച്ച ചെയ്തതാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഈ കണക്കെല്ലാം കൂട്ടി ആർക്കാണ് ഏറ്റവും കൂടുതൽ കണക്കിൽ മുന്നിലെത്താൻ പറ്റുന്നത്, അയാളാകും മുഖ്യമന്ത്രി എന്നതാണോ മനസ്സിലാക്കേണ്ടത്? ഈ ജനവികാരം എന്നുള്ളത് ഇന്നലെ തമിഴ്നാട്ടിൽ പോയി എന്താണ് എന്നുള്ളത്, തമിഴ്നാട്ടിലെ ജനവികാരം എന്താണെന്ന് നേരിട്ട് കണ്ടറിഞ്ഞതാണല്ലോ രാഹുൽ ഗാന്ധി. അല്ല, അതിൽ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസ് പിന്നെ നമ്മൾ ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളെ പോലെ ഒരു കൺസോളിഡേറ്റഡ് സോളിഡിഫൈഡ് ആയിട്ടുള്ള ഒരു പൊളിറ്റിക്കൽ പാർട്ടിയല്ല. അത് വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള, വളരെ ഡിസ്പാരറ്റ് ആയിട്ടുള്ള, പരസ്പര വിരുദ്ധമായിട്ടുള്ള, വ്യത്യസ്തമായ താല്പര്യങ്ങളുള്ള ഒരുപാട് ആളുകൾ ആ പാർട്ടിയിലുണ്ട്. അതിൻ്റെ ഒരു ജനാധിപത്യ സ്വഭാവം അങ്ങനെയാണ്. കാരണം എല്ലാ കാലത്തും കോൺഗ്രസിനകത്ത് വ്യത്യസ്തമായ നിലപാടുകളുള്ള, വ്യത്യസ്തമായ പശ്ചാത്തലമുള്ള ആളുകൾ അതിനകത്തുണ്ടായിരുന്നു. പക്ഷെ അതാണ് ആ പാർട്ടിയുടെ ഒരു വലിയ ശക്തിയും. അതുകൊണ്ടാണ് അത് കേരളത്തെയും ഇന്ത്യയും യഥാർത്ഥത്തിൽ അതിൻ്റെ കോംപ്ലക്സിറ്റിയിൽ, അതിൻ്റെ സങ്കീർണതയിൽ പ്രതിനിധാനം ചെയ്യുന്നൊരു പാർട്ടി ഇന്ത്യയിലുണ്ടെങ്കിൽ അത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് തന്നെയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും കേരളത്തിൽ ഈ ഒരു തെരഞ്ഞെടുപ്പ് കാലത്തും അതിനുശേഷം, തെരഞ്ഞെടുപ്പിന് ശേഷം ഈ മുഖ്യമന്ത്രിയെ നിശ്ചയിക്കുന്ന സമയത്തും ഒരു തർക്കം വന്ന സാഹചര്യത്തിൽ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം പാർട്ടി പരമാവധി എല്ലാ വിഭാഗങ്ങളെയും കേട്ടു എന്ന് ഉറപ്പുവരുത്തേണ്ടത് ആ പാർട്ടിക്ക് ആവശ്യമാണ്. അല്ലെങ്കിൽ നാളെ ഒരു പക്ഷേ പാർട്ടിക്കകത്ത് ഭിന്നതകൾ വരികയും വീണ്ടും പഴയ ഗ്രൂപ്പ് തർക്കത്തിലേക്കും വീണ്ടും പഴിചാരലേക്കും തമ്മിലടിയിലേക്കും മുണ്ടുരിയിലും ഒക്കെ പോകാനുള്ള ഒരു സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം പാർട്ടി അതിൻ്റെ ആ പ്രോസസ്സ് പൂർത്തിയാക്കുന്നതിൻ്റെ ഭാഗമായിട്ട് എല്ലാ വിഭാഗം ആളുകളോടും ചർച്ച ചെയ്യുന്നു, എല്ലാതരം അഭിപ്രായങ്ങൾ വെക്കുന്നു. ആ അഭിപ്രായങ്ങളിൽ നിന്ന് ഹൈക്കമാൻഡ് ഒരു തീരുമാനത്തിലേക്ക് എത്തുകയാണ് ചെയ്യുന്നത്. അല്ലാണ്ട് ആളെ എണ്ണം നോക്കിയിട്ട് ടിക്കറ്റ് പിന്നെ അങ്ങനെ ഒരു കാൽക്കുലേറ്റർ വെച്ചിട്ട് മുഖ്യമന്ത്രി തീരുമാനിക്കുന്ന ഒരു സിസ്റ്റം അല്ല ഇവിടെ നടക്കുന്നത്. ഇവിടെയുള്ളൊരു പ്രശ്നം, യഥാർത്ഥത്തിൽ ഉണ്ടായിരിക്കുന്ന പ്രശ്നം എന്ന് പറയുന്നത് 3 പേര് ക്ലെയിം ഉന്നയിച്ചപ്പോൾ അതിനകത്ത് ഒരാൾ വരുന്ന രീതിയിലൊരു പ്രോബ്ലം ഉണ്ട്. പക്ഷേ അദ്ദേഹത്തെ അങ്ങനെ ഒറ്റയടിക്ക് പുറത്ത് കളയാൻ കഴിയില്ല. അദ്ദേഹം വളരെ സമുന്നതനായിട്ടാണ്. KC വേണുഗോപാൽ എന്ന് പറഞ്ഞ ആൾ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറിയാണ്, സംഘടനാ കാര്യദർശിയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും അദ്ദേഹം ഒരു ക്ലെയിം അങ്ങോട്ട് ഉന്നയിക്കുന്ന സമയത്ത് ഒറ്റയടിക്ക് അദ്ദേഹം തള്ളിക്കളയാൻ കഴിയില്ല. ആ പ്രോസസ്സ് പൂർത്തിയാക്കുക എന്നുള്ളത് വളരെ പ്രധാനമാണ്. മറ്റ് 2 ആളുകൾ കേരളത്തിൽ എലക്ട് ചെയ്യപ്പെട്ട MLA-മാരാണ്. അതിനകത്ത് ആർക്കാണ് കൂടുതൽ സ്വാധീനമുള്ളത്, ആരാണ് മുഖ്യമന്ത്രിയായാൽ കൂടുതൽ ശോഭിക്കുക തുടങ്ങിയ കാര്യങ്ങൾ പരിശോധിക്കേണ്ടി വരും. എനിക്ക് തോന്നുന്നത് ഈ ഡിലേ സത്യത്തിൽ കോൺഗ്രസിനെ സംബന്ധിച്ചുള്ള അങ്ങനെ അവോയ്ഡ് ചെയ്യാൻ പറ്റുന്നൊരു സംഗതിയല്ല. ഇങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ എല്ലാ വിഭാഗം ആളുകളെയും കേൾക്കാൻ പാർട്ടി ബാധ്യസ്ഥമാണ്. പക്ഷേ ഏറ്റവും പ്രധാനമായിട്ട് ജനങ്ങളുടെ ഒരു വികാരമുണ്ട്. അതിൻ്റെ കാരണം വെച്ചാൽ 5 സംസ്ഥാനങ്ങളിൽ തെരഞ്ഞെടുപ്പ് നടന്നു. അതിൽ ഏറ്റവും സങ്കീർണമായിട്ടുള്ള പ്രശ്നം ഉണ്ടായിരുന്നത് കേരളത്തിലല്ല, മറിച്ച് തമിഴ്നാട്ടിലാണ്. തമിഴ്നാട്ടിൽ ഒരു ഹങ് അസംബ്ലിയാണ് വന്നത്. ആ ഹങ് അസംബ്ലി ഉണ്ടായിട്ട് ഒരു മെജോറിറ്റി, പൂർണ്ണമായ മെജോറിറ്റി ഇല്ലാത്ത എന്നാൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒറ്റക്കക്ഷിയായ TVK ഗവർണർ അടക്കം കുറേ വട്ടം തിരിച്ചു. ഗവർണർ വട്ടം തിരിച്ചിട്ടും അവസാനം TVK തന്നെ പാർട്ടിക്ക് അവരുടെ മുഖ്യമന്ത്രിയെ, അവരുടെ മന്ത്രിസഭയെ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റ് കഴിഞ്ഞ് അവർ നടപടിയിലേക്ക് നീങ്ങി. കേരളത്തിലാകട്ടെ കഴിഞ്ഞ 10 വർഷമായിട്ട് LDF ഭരിക്കുകയാണ്. കഴിഞ്ഞ 4-5 വർഷം കൊണ്ട് കേരളത്തിൻ്റെ സ്ഥിതിഗതികൾ വളരെയേറെ മോശമായിട്ടുണ്ട്. എല്ലാ രംഗത്തും കേരളം ഒരു വലിയ പ്രതിസന്ധിയിലാണ്. അങ്ങനെയുള്ള സമയത്ത് ഒരു ഭരണസ്തംഭനം, ഏതാണ്ട് ഒരാഴ്ച എന്ന് പറയുമ്പോൾ ഒരു വലിയ കാലയളവാണ് ഇന്നത്തെ കാലത്ത്. ആ ഒരു ഭരണസ്തംഭനം യഥാർത്ഥത്തിൽ ജനങ്ങൾ
ജനങ്ങൾക്കിടയിൽ അസംതൃപ്തി ഉണ്ടാക്കിയിട്ടുണ്ട്. ആ അസംതൃപ്തിയാണ് യഥാർത്ഥത്തിൽ കോൺഗ്രസിനെ സംബന്ധിച്ചുള്ള ഒരു വലിയ പ്രശ്നമായി. ഒരു തീരുമാനമെടുക്കാൻ ഇത്രയേറെ വൈകുന്നു എന്നുള്ളത് പാർട്ടിക്ക് ദോഷം ചെയ്യും. പക്ഷേ ഈ തീരുമാനമെടുക്കുന്ന പ്രോസസ്സ് പൂർത്തിയാക്കാതെ പാർട്ടിക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല. അതുകൊണ്ട് 1-2 ദിവസം കൊണ്ട് കാര്യങ്ങൾ ശുഭമായിട്ട് കലാശിക്കും എന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഞാൻ ലീഗ് പ്രതിനിധിക്ക് വന്നു. ശ്രീ ഷാഫി ചാലിയം, ഇപ്പോൾ മുസ്ലിം ലീഗ് കാര്യങ്ങൾ ഡിക്റ്റേറ്റ് ചെയ്യുകയാണ് എന്ന രൂപത്തിൽ ഒരു 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 പ്രചാരണം ശക്തമാണ്. അത് കോൺഗ്രസിൽ നിന്ന് അകത്ത് തന്നെ വരികയാണ്. കാരണം ലീഗ് തീരുമാനിക്കുന്ന പോലെ വേണം കാര്യങ്ങൾ എന്ന് ലീഗ് നിർബന്ധം പിടിക്കുന്നു. അത് വി ഡി സതീശൻ എന്ന പേരിന് ലീഗ് നിർബന്ധം പിടിക്കുന്നു. അങ്ങനെ നിർബന്ധം പിടിക്കുമ്പോൾ അതിന് വിരുദ്ധമായ സമീപനം എടുത്തിട്ടുള്ള MLA മാർക്ക് നൽകാനിരുന്ന സ്വീകരണം മാറ്റിവെക്കുന്നു എന്ന് മാത്രമല്ല, ഒരു കഴിഞ്ഞ ദിവസം KM അഭിജിത്തിന് ഒരു കല്യാണ വീട്ടിൽ ലീഗ് പ്രവർത്തകർ തടയുന്ന സാഹചര്യം വരെ ഉണ്ടായി. ആ തരത്തിൽ അവർക്ക് പുറത്തിറങ്ങാൻ പറ്റാതിരിക്കുകയും അവർക്കൊരു സ്വതന്ത്രമായ അഭിപ്രായം പാർട്ടിക്കകത്ത് പറയാൻ പറ്റാതിരിക്കുകയും ചെയ്യുന്നു എന്ന രൂപത്തിൽ ലീഗിനെ കുറ്റപ്പെടുത്തുമ്പോൾ അതിന് ലീഗിന് എന്താണ് മറുപടി? ഈ നേതാവിനെ തിരഞ്ഞെടുക്കാൻ ഈ സമയം വൈകുന്നത് കൊണ്ട് ഒരുപാട് പ്രശ്നങ്ങൾ നമ്മുടെ നാട്ടിലുണ്ടാകുന്നുണ്ട്. അത് അങ്ങനെ ഒന്നും ഇല്ല എന്ന് പറഞ്ഞാൽ അത് ശരിയാവില്ല. നമുക്കറിയാലോ, തമിഴ്നാട് 6% പോലും ഇല്ലാത്ത ക്രിസ്ത്യൻ സമുദായത്തിൽ നിന്നാണ് അവിടെ മുഖ്യമന്ത്രി വന്നത്. എവിടുന്നെങ്കിലും ഒരു പ്രതിഷേധത്തിൻ്റെ ഒരു ചെറിയ ശബ്ദം പോലും നമ്മളെവിടെയും കേട്ടിട്ടില്ല. സാക്ഷരത കൊണ്ടും വിദ്യാഭ്യാസം കൊണ്ടുമൊക്കെ നമ്മളെത്ര ഇല്ല തമിഴ്നാട്. എന്നിട്ട് ആ തമിഴ്നാട് നിന്ന് കണ്ട മാതൃക ഉണ്ടോ? ഇവിടെ മുഖ്യമന്ത്രിയല്ല, ഇവിടെ 25-28% ഒരു സമുദായത്തിൽ നിന്ന് ഉപമുഖ്യമന്ത്രി വരുമെന്ന് തന്നെ ഭയപ്പെടുത്തുകയാണ്. വിദ്യാഭ്യാസ വകുപ്പ് പോലും അവർക്ക് കൊടുക്കരുത്. എന്തൊരു നാടായി നമ്മുടെ നാട് മാറുന്നുണ്ട്. ഇതൊക്കെ ഒന്ന് ചർച്ച ചെയ്യാനുള്ള ഈ അവസരം ഉണ്ടാകുന്ന തന്നെ ഈ എന്താ പറയുക, ഈ ദീർഘിച്ച ഈ സമയമാണ്. ഈ സമയം ഉണ്ടാക്കുന്ന പ്രശ്നങ്ങൾ ചില്ലറയല്ല. ഒന്ന്, വളരെ ക്ഷുഭിതരായ ഒരു സമൂഹമാണ്. അങ്ങേയറ്റം പിണറായി വിജയൻ ഗവൺമെൻറ്റിനോട് അങ്ങേയറ്റം വെറുപ്പുമുള്ള UDFൻ്റെ പ്രവർത്തകരും കേരളത്തിലെ പൊതുസമൂഹവും. പ്രത്യേകിച്ച് ഒരു മതനിരപേക്ഷ ധ്രുവീകരണമാണ് കേരളത്തിൽ നടന്നത്. പലയിടത്തും മതധ്രുവീകരണം ഉണ്ടാകുക, ജാതി ധ്രുവീകരണം അല്ലേ, സാമുദായിക ധ്രുവീകരണം. എന്നാൽ കേരളത്തിൽ സംഭവിച്ചത് എന്താ? കേരളത്തിൽ ഒരു മതേതര ധ്രുവീകരണം ഉണ്ടായത്. അങ്ങനെ ഉണ്ടായ ഒരു സ്റ്റേറ്റിൽ നോക്കി നിങ്ങൾ, ഇവിടെ നടക്കുന്ന ചർച്ചകളൊക്കെ വലുതും വളരെ മോശമാണ്. ഒരുപാട് വിഷജന്തുക്കൾ പുറത്തിറങ്ങിയിരിക്കുകയാണ്. അവർ ഇന്നലെ എന്തൊക്കെ പറഞ്ഞു നമ്മൾ കേട്ടു, ഇന്നും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നാളെ ഞാൻ എന്താ പറഞ്ഞു വെക്കാൻ പോകുന്നു അറിയോ? ഇതൊക്കെ എല്ലാം അവസാനം അറബിക്കടലിലേക്ക് എന്ന് പറഞ്ഞാൽ ഒക്കെ കഴുക്കോലെടുത്ത് കുത്തിങ്ങനെ ലീഗിൻ്റെ മുസ്ലിം ലീഗിൻ്റെ കോമ്പൗണ്ടിലേക്ക് മാറ്റാണ്. ഞങ്ങൾ എവിടാണ് ഈ പക്വതയോടെ ഇല്ലാതെ ഈ വിഷയത്തിൽ ആരെങ്കിലും പ്രകോപിപ്പിക്കുന്ന എന്തെങ്കിലും ഒന്ന് പറഞ്ഞോ? നിങ്ങൾ പറയും, എന്താ പറഞ്ഞത്? എന്ത് വാക്കുകളാണുള്ളത്? ജനവികാരം VD സതീശന് അനുകൂലമാണല്ലോ എന്ന് തങ്ങളോടൊരു ചോദ്യം ചോദിച്ചപ്പോൾ ആ ചോദ്യത്തിനെ നമ്മൾ എന്ത് ചെയ്യണം? പിണറായി വിജയനുമായി കമ്പയർ ചെയ്തുകൊണ്ടാണ് ആ ചോദ്യം വന്നത്, അല്ലാതെ KC വേണുഗോപാലുമായിട്ടോ ചെന്നിത്തലയായിട്ടോ ബന്ധപ്പെട്ടല്ല. അപ്പോൾ കേരളത്തിലെ പ്രതിപക്ഷ നേതാവിന് വമ്പിച്ച ജനപിന്തുണയുണ്ടല്ലോ എന്ന് ചോദിച്ചാൽ യെസ്, അതിനെ എൻഡോസ് ചെയ്തു. ഇതല്ലാതെ വേറെ എന്താ നമ്മൾ പറഞ്ഞത്? ഞങ്ങൾ ഹൈക്കമാൻഡിനോട് പോയിട്ട് എന്താ പറഞ്ഞതെന്നുള്ളത് ഇവിടെ ആർക്കാ അറിയാം? കേട്ട ഹൈക്കമാൻഡിൻ്റെ 3 പ്രതിനിധികൾക്കും പോയ ഞങ്ങളുടെ 4 നേതാക്കൾക്കും അല്ലാതെ പിന്നെ വേറെ ആർക്കാ അറിയാം? പിന്നെ എന്ത് കണ്ടിട്ടാണ് ഞങ്ങൾ ഏതോ ഒരാളെ ചൂണ്ടിക്കാണിച്ചത് എന്ന് പറയുന്നത്? ഞങ്ങൾ പറയാനുള്ളത് ഞങ്ങളോട് ഹൈക്കമാൻഡ് അഭിപ്രായം ഇങ്ങോട്ട് ചോദിച്ചതാണ്. ഞങ്ങൾ വലിഞ്ഞു കയറി പോയതല്ല. ചോദിച്ചപ്പോൾ ഞങ്ങൾ അഭിപ്രായം എന്താണോ ഞങ്ങളെ നേതാക്കൾ പറഞ്ഞിരിക്കും. ആ പറഞ്ഞത് എന്താണെന്നുള്ളത് ഭാരവാഹികളായ ഞങ്ങൾ എന്നെ അറിയൽ അടുത്ത യോഗത്തിലാണ്. ഇനി അടുത്ത ഭാരവാഹി യോഗം വിളിക്കുമ്പോൾ അവിടെ അത് റിപ്പോർട്ട് ചെയ്യും ജനറൽ സെക്രട്ടറി. അതുവരെ ഞങ്ങൾക്ക് പോലും അറിയില്ല. പിന്നെ ലീഗ് എന്താ പറഞ്ഞത് നിങ്ങൾ എല്ലാവരും ഇങ്ങനെ പറിക്കുക. ഇത് ഞാൻ പറഞ്ഞല്ലോ, രാവിലെ തൊട്ട് വൈകുന്നേരം വരെ വാർത്ത കിട്ടാൻ ദാഹിച്ച് നടക്കുക. ആ വാർത്ത കിട്ടാൻ വേണ്ടി ദാഹിച്ച് നടക്കുന്നവർ അവിടുന്നും ഇവിടുന്നും കേൾക്കുന്നതൊക്കെ വിളിച്ചു പറയാം. പിന്നെ കുറെ നമ്പറുകൾ ഇത്രയാണ്, മറ്റേ ഇത്രയാണ്. നോക്കൂ, ജനവികാരം വീടിക്കൊപ്പം എന്ന് തങ്ങൾ പറഞ്ഞതാണ് പ്രശ്നം. അത് ഈ പറയുന്ന മാധ്യമങ്ങൾ വാർത്ത നൽകിയതിലല്ല ശ്രീ ഷാഫി ചാലിയം. ജനവികാരം മറുവശത്ത് നിൽക്കുന്നവർക്കാണ് പ്രശ്നം. അങ്ങനെ പറയല്ലേ സ്മൃതി. ആ വൈറ്റ് വീണ്ടും ഒടുക്കി അതിൽ VD സതീശൻ എന്ന പേര് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ടോ? VD സതീശനോ പിന്നെ ചോദ്യകർത്താവിൻ്റെ ചോദ്യത്തിലാണ് VD സതീശൻ്റെ പേരുള്ളത്, ഉത്തരത്തിലില്ല. അവിടെ പ്രതിപക്ഷ ഞങ്ങളുടെ നേതാവാണ് സതീശൻ.
UDF ഇത്രയും കാലം നയിക്കാൻ ഹൈക്കമാൻഡ് തന്നത് സതീശനെയാണ്. ആ സതീശൻ ആ സ്ഥാനത്ത് മാറണമെങ്കിൽ വേറൊരാളങ്ങൾ കൊണ്ടുപോയി വെക്കണം. അതുവരെ ഞങ്ങൾ നേതാവാണ്. ആ നേതാവിന് ജനവികാരം അനുകൂലമാണല്ലോ എന്ന് ചോദിച്ചാൽ എന്താ പറയണ്ടേ? എന്താ ഉത്തരവാ പറയണ്ടേ അതിന്? ഇത് വെറുതെ ഇങ്ങനെ ലീഗിനെ കയറി ചൊറിയാൻ വരാ? എന്തെല്ലാം ആക്ഷേപം കേട്ട് വളരെ പക്വതയോട് ക്ഷമിച്ച് നിൽക്കല്ലേ ഞങ്ങളെ അല്ലേ? വേറെ ഉപമുഖ്യമന്ത്രി അങ്ങോട്ട് തരുവില്ല ഇങ്ങോട്ട് ആര് ചോദിച്ച് ചെന്നിട്ടുണ്ട്? ഞങ്ങൾ ആരാ എന്ത് ഡിമാൻഡ് വെച്ചോ? ഞങ്ങൾ ഇവിടുത്തെ സാമൂഹിക മത അന്തരീക്ഷത്തിന് ചെറിയ പോറലേൽക്കുന്ന ഒരു ചെറു ശബ്ദം പോലും ഉണ്ടാകരുതെന്നാണ് ഞങ്ങളെ പാർട്ടിയുടെ കാഴ്ചപ്പാട്. PK കുഞ്ഞാലിക്കുട്ടിക്ക് ഉപയോഗിക്കുന്ന ആ പ്രയോഗങ്ങൾ കണ്ടില്ലേ നിങ്ങൾ? ഉപമുഖ്യത എന്ത് ഉപമുഖ്യം? മുഖ്യമന്ത്രിക്കാരും മേലെയാണ് അയാൾ. മലയാളികൾക്ക് അത്രയും ഇരുത്തം വന്ന പാകതയുള്ള ഒരു നേതാവാണ്. ആ നേതാവിനെ വെച്ച് നിങ്ങൾ കുറേ ദിവസമായില്ലേ സ്റ്റോറി ചെയ്യാൻ തുടങ്ങിയിട്ട് ഇല്ലേ? ഉപം എന്ന് പറഞ്ഞാൽ ആരെ ഇൻസൾട്ട് ചെയ്യുന്ന ഉപം ഇല്ല. ഇന്ന് ഞാൻ നേരം വെളുത്തോക്കിയും TV ഇങ്ങനെ ഓടുകയാണ്. ഉപമുഖ്യ സ്ഥാനം ഉണ്ടാവില്ല. ആര് തീരുമാനിച്ചു? ഏത് സമിതി തീരുമാനിച്ചു? ആര് പത്രസമ്മേളനത്തിൽ പറഞ്ഞു? ഊഹം വെച്ച് ഇങ്ങനെ ഓരോന്ന് വിടുകയാണ്. സംഗതി കോൺഗ്രസിന്റെ ഭാഗത്തുനിന്ന് സംഗതി ഞാൻ പറയട്ടെ, കോൺഗ്രസ് നിങ്ങളെ ചാനലിന്റെ കഥ എന്നോട് പറയിപ്പിക്കണ്ട. അതിൽ ആ സ്മൃതിനൊക്കെ ചിലപ്പോൾ സഹിക്കാൻ പറ്റും. ബാക്കിയുള്ള കാര്യം വലിയ കഷ്ടമാണ്. ബോംബിങ് ഞങ്ങൾ ചെയ്യുന്നത് ഉപമുഖ്യമന്ത്രി ഉണ്ടാവില്ല. ഇപ്പം കിട്ടിയത് ഞാൻ നിങ്ങളെ പ്രേക്ഷകരോട് ചോദിച്ചു, ആ സ്റ്റുഡിയോയിൽ നിന്ന് ഇറങ്ങി സ്മൃതി എപ്പോഴെങ്കിലും ഒന്ന് പുറത്ത് കാറ്റ് കൊള്ളാൻ പോയിട്ട് 4 ആളോട് ചോദിക്കി, നിങ്ങൾക്ക് ആ സ്ഥാപനത്തിൽ ഇരുന്ന് ഇങ്ങനെയൊക്കെ പറയാൻ കഴിയുള്ളൂ. ഉപമുഖ്യമന്ത്രി ഉണ്ടാവില്ല. ഉപമുഖ്യമന്ത്രി ഉണ്ടാകില്ല എന്ന വാർത്ത നൽകിയത് മറ്റൊരു ചാനലാണ്. ശ്രീ ഷാഫി ചാലിയം, അതിന് നമ്മളോട് ദേഷ്യപ്പെട്ടിട്ട് കാര്യമില്ല. അങ്ങേക്ക് ഈ അഭിപ്രായങ്ങൾ പറയുന്ന വേദിയിൽ പറയുന്നതിന് അത് പറയുകയാണെങ്കിൽ അത് ഓരോരുത്തരുടെ അഭിപ്രായമാണെന്നേ. അതിൽ എൻ്റെ അഭിപ്രായത്തോട് അങ്ങ് യോജിക്കുന്നുണ്ടെങ്കിൽ അത് അങ്ങ് പറയുന്നു, ബാക്കിയുള്ളവരെ അങ്ങേക്ക് ഇഷ്ടപ്പെടുന്നില്ല എന്നുള്ളത് അങ്ങ് മറ്റു രൂപത്തിൽ പറയുന്നു. അതൊരു വാർത്ത നൽകലല്ല, വാർത്തയിലല്ല അത്. പിന്നെ എന്താണ്? ഞാൻ ചോദിക്കട്ടെ, 54 പേർ KC വേണുഗോപാലിനെ പിന്തുണച്ചു എന്ന് വാർത്ത നിങ്ങൾക്ക് എവിടുന്നിട്ട്? ഇന്ത്യൻ എക്സ്പ്രസിൽ ഒരു 6 പേര് സ്ഥലമുള്ള ഒരു ഫോട്ടോ വന്നു, സത്യമാണ്. അതെങ്ങനെ 54 നിങ്ങൾ തീരുമാനിച്ചാളാ? ഇവിടുത്തെ മീഡിയ കുറെ മാറിയിട്ടുണ്ട്, അത് നിങ്ങൾ മനസ്സിലാക്കണം. അങ്ങ് മനസ്സിലാക്കേണ്ടത് ഈ 40+ എന്നാണ്. 40 അല്ലല്ല, ഒരു മിനിറ്റ് ഒന്ന് കേൾക്കൂ ശ്രീ ഷാഫി ചാലിയം. 40+ തങ്ങൾക്കൊപ്പമുണ്ടെന്ന് KC പക്ഷം പറയുന്നു. 35ഓളം പേർ ഞങ്ങൾക്കൊപ്പമുണ്ടെന്ന് VD പക്ഷം പറയുന്നു. 23 പേർ ഉണ്ടെന്ന് 23 പേരുണ്ടെന്ന് രമേശ് ചെന്നിത്തല വിഭാഗം പറയുന്നു. ഇതൊക്കെ ഓരോ വിഭാഗത്തിൽ നിന്ന് വരുന്ന വാർത്തകളാണെന്നേ. ഞാനൊന്ന് പറയട്ടെ സ്മൃതി, നിങ്ങൾ ഒരൊറ്റ തീരുമാനം എടുത്താൽ മതി. ഈ KC പക്ഷത്തിൽ നിന്ന് ആരാങ്ങളോട് പറയണത്? പറഞ്ഞവൻ്റെ പേരാണ്ട് പുറത്തു വിടണം. അവരാണ് ഇതിൽ ഏറ്റവും വലിയ കുത്തിത്തീർപ്പുകാരൻ. ആ പേരാണ്ട് പറഞ്ഞ തീരുപിടുത്ത കുറേ പ്രശ്നം. നിങ്ങൾക്ക് ഈ ഒറ്റിത്തരുന്ന ഇല്ലാത്ത ഒരുപാട് ഇങ്ങനത്തെ കണക്ക് തരുന്ന വിദ്വാന്മാരുണ്ടല്ലോ, അവന്മാരെ പേരൊക്കെ ഒന്ന് ഇങ്ങോട്ട് പുറത്തു വീഴി, എന്നാലേ സംഗതി അറിയുള്ളൂ. ഇത് ഹൈക്കമാൻഡിൻ്റെ കയ്യിൽ 2-3 ആൾക്കാരുണ്ട്. അവർ വളരെ സ്വകാര്യമായി കേട്ട കാര്യങ്ങളാണ്. അത് റിപ്പോർട്ട് ചെയ്യേണ്ടടുത്ത് അവിടെ റിപ്പോർട്ട് ചെയ്യും. സ്വകാര്യം പരസ്യമാക്കി നമ്മളാരുമല്ലോ. നിരീക്ഷകരുടെ കടലാസ് എടുത്ത് പുറത്തേക്ക് എടുത്തത് പിടിച്ചോ എന്ന് പറഞ്ഞ് കാണിച്ചതെന്ന് ആരാണ്? മുകുൾ വാസ്നിക്കാണ്. ആയിക്കോട്ടെ, നിരീക്ഷകരെ കയ്യിലുള്ള ഡോക്യുമെന്റിനെ ഫോട്ടോ എടുത്തപ്പം അതിൽ ഒരു 6 പേര് കിട്ടി, അത്രയല്ലുള്ളൂ. ഒരു 6 പേര്. അതിൽ വ്യക്തമായ അഭിപ്രായം പറഞ്ഞ ആളുടെ നേർക്ക് ബ്ലാങ്ക് ഇട്ടിരിക്കുകയാണ്, അതുകൂടിയുണ്ട്. ബ്ലാങ്കുകാരൻ പ്രതികരിച്ചല്ലോ. അതുകൊണ്ട് ഞാൻ പറഞ്ഞത് എനിക്കിപ്പോൾ ഇതിനൊന്നും ന്യായീകരിക്കേണ്ട പണിയില്ല. കാരണം നമുക്കൊന്നും ഇതിനൊന്നും ന്യായീകരിക്കാൻ നമുക്ക് കഴിയില്ല. പക്ഷെ അതേ സമയത്ത് ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾ മാധ്യമങ്ങൾ അതിന് കാരണം കോൺഗ്രസ് ആണെന്നുള്ളത് യാതൊരു സംശയവുമില്ല. പക്ഷേ എന്നാൽ പോലും ഇങ്ങനത്തെ അപസർപ്പക കഥകളും ഊഹങ്ങളുമാണ് ഉടനീളം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഒരു ദിവസം രാവിലെ ഉപമുഖ്യമന്ത്രി ഉണ്ടാവും, 2 ഉണ്ടാവും, ഉച്ചയാകുമ്പോൾ ഉണ്ടാവില്ല, വീണ്ടും ഉണ്ടെന്ന് കേൾക്കുന്നു. ഇതിങ്ങനെ എഴുതി വിടുക, ഇതൊക്കെ എഴുതി വിടാൻ ഒരു സ്വാതന്ത്ര്യം തന്നാണ്. ആരും ചോദിക്കാനും അറിയാനും നിങ്ങളെ മേലെ ഒരു അപ്പെക്സ് ബോഡി ഇല്ല എന്ന കാരണത്താൽ ഇതിങ്ങനെ വിട്ടു കഴിഞ്ഞാൽ ഇതിനൊക്കെ പാട് കൂടി സമാധാനം നമ്മൾ വന്ന് പറയാം. ഇന്നെന്താ ഹമീദ് ഭാഷ പറഞ്ഞത്? ഞങ്ങളെ ക്യാമ്പിൽ ഒരു മ്ലാനതയുണ്ട്, അത് ഞാൻ തുറന്നു സമ്മതിക്കുന്നു. ഞാനൊരു രാഷ്ട്രീയക്കാരനാണ്, കല്യാണത്തിന് ഞാനും പോകുന്നുണ്ട്, ഞാൻ MLA കുന്തൊന്നും ആയിട്ടില്ലെങ്കിലും എല്ലാ പ്രവർത്തകരും രോഷത്തോടു കൂടി പറയുന്നു. 4-ാം തീയതി വിജയം കിട്ടി, 5-ാം തീയതി 6-ാം തീയതി കയറി ഇരുന്ന് വലിയ ആഹ്ലാദപ്രകടനത്തിന് വേണ്ടി പഴക്കം വാങ്ങി കാത്തിരിക്കുന്ന ഞങ്ങളെ പ്രവർത്തകർ കുറേ ദിവസമായി. എന്താ അവരോട് പറയുക? ഇപ്പോൾ പിണറായി വിജയൻ തന്നെ കണ്ടോൺമെൻറ് ഹൗസ് പോകാതെ വാടക വീട്ടിലേക്ക് പോവുക.
അല്ലേ? ഇതിൻ്റെ പ്രത്യാഘാതം അവർ വരെ അനുഭവിക്കുക. അപ്പോൾ പ്രശ്നം തന്നെയാണ്. ആ പ്രശ്നത്തിന് എന്താണ് ചെയ്യാൻ പറ്റുമോ? ഒരു ഘടകകക്ഷികൾക്ക് ഞങ്ങൾക്ക് വേഗത്തിൽ കാര്യങ്ങൾ തീരുമാനിച്ചു തരണം. ഞങ്ങൾ ഹൈക്കമാൻഡ് ആരാത്തതിന് അവരെ സ്വീകരിക്കും എന്ന് കൃത്യമായി ഞങ്ങളെ ചീഫ് തങ്ങളാണ്. അതിനിടയ്ക്കോ ഞങ്ങൾക്ക് വല്ല അഭിപ്രായം ഉണ്ടെങ്കിൽ ആ അഭിപ്രായം ഞങ്ങളവിടെ പറഞ്ഞേക്കും. അഭിപ്രായം എന്താണ് പറഞ്ഞതെന്ന് ഞങ്ങളറിയില്ല. അത് അടുത്ത കമ്മിറ്റി വന്നാലേ ഞങ്ങൾക്ക് അറിയാൻ കഴിയുള്ളൂ. അപ്പം സ്വാഭാവികമായിട്ടും ഇത് ഉണ്ടാക്കുന്ന പ്രശ്നങ്ങളുണ്ട്. ഇതിന് കോൺഗ്രസിൻ്റെ നേതാക്കളോട് ചോദിച്ചാൽ ഡൽഹിയിൽ ഇത്ര ദിവസം കഴിഞ്ഞിട്ടല്ലേ വന്നത്, ബോംബെയിൽ അത്ര ആയിരുന്നല്ലോ. അവർക്ക് അതല്ലാതെ വേറെ എന്ത് ഉത്തരവ് പറയുക? അവർക്കും പ്രശ്നമുണ്ട്. അവർ വിങ്ങി പൊട്ടുന്നുണ്ട് അവരെ പ്രവർത്തകർ. ഇപ്പം ജിൻഡോ ഒക്കെ ഇങ്ങനത്തെ ഒരു ജിൻഡോനെ കണ്ടു നമ്മൾ കടുവൊക്കെ പരി പിടിച്ചിരിക്കേ. എന്തായാലും കാരണം വിഷമം കൊണ്ടാ ജനങ്ങളുടെ ഇടയിൽ ജീവിക്കുന്ന ആളാ ജിൻഡോ ഒക്കെ. ഞങ്ങളൊക്കെ പങ്കുവച്ചിട്ടുണ്ട്. കഴിഞ്ഞ 5 വർഷമായി കഴിഞ്ഞ 5 വർഷമായി വൈകുന്നേരം 4-5 പേരുടെ മുമ്പിൽ വിചാരണയ്ക്ക് കിടന്നു തരിക ഞങ്ങൾ ഇല്ലേ? എത്ര നിങ്ങളൊക്കെ ചീത്ത കേട്ടണ് ഈ സർക്കാരിൻ്റെ ഇത് വിളിച്ചു പറയാൻ. ഞങ്ങളും പണിയെടുത്തവരാ, അത് നിങ്ങൾ മനസ്സിലാക്കണം. അപ്പോൾ സ്വാഭാവികമായിട്ടും ഞങ്ങൾക്കൊക്കെ ഭയങ്കര നീറ്റലുണ്ട് ഇവിടെ. സാധാരണ സഭ്യം കൊണ്ടായിരുന്നു നിങ്ങളെ നേരെ ചാടിക്കളിക്കുന്ന ഞാനും ജിൻഡു എന്താ ചെയ്തത്? വേഗം ഒരു വർത്തമാനം പറഞ്ഞ് വേഗം ഉൾവലിയാണ്. അതൊരു നിവൃത്തികേടാണ്. എന്റെയും ജിൻഡോന്റെയും ഒക്കെ നേതാക്കളോട് എത്രയും പെട്ടെന്ന് നിങ്ങളുടെ നിവൃത്തിയുടെ ജനത്തിനില്ല. അതുകൊണ്ടാണ് ജനം നന്നായി പ്രതികരിക്കുന്നത്, ജനം ശക്തമായി പ്രതികരിക്കുന്നത്. അതുകൊണ്ടാണ് അത് ഫ്ലക്സ് എടുത്ത് മാറ്റിയാൽ തീരില്ല. ജനത്തിന് രോഷമുണ്ടാവും, സംശയം. ഈ പടക്കം മഴ ചെയ്ത തണുത്തോലിയത് ഈ പടക്കം വാങ്ങി കുത്തിരിക്കുക അതിന്റെ മുകളിൽ ഇത് പൊട്ടിക്കാൻ വേണ്ടി അധികാരം ഏറുന്നത്. ഇത് ഇങ്ങനെ നീണ്ടുപോയാൽ എവിടെത്തും? ഇതിപ്പോൾ ഞങ്ങളെ നേതാക്കന്മാരും ഞങ്ങളെ മുന്നണിയാണല്ലോ. കോൺഗ്രസ് ഞങ്ങളെ ജ്യേഷ്ഠനെ പോലെയാണ്. അതിനെ നേതാക്കളൊന്ന് കേൾക്കട്ടെ. ഞങ്ങളൊക്കെ ഒരു വേദന എത്രയും പെട്ടെന്ന് ആകണം. ഇത് സമയം എടുത്താൽ ഇവിടെ ഇബിലീസ് ഇറക്കും. ഞാൻ കഴിഞ്ഞ ചർച്ചയിൽ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. അതാണ് കുറെ വിഷജന്തുക്കൾ ഇന്ന് വാഴുന്ന നാടാണ്. ചിലർ ആഗ്രഹിക്കുന്ന പേരിലേക്ക് എത്തിയില്ലെങ്കിൽ ഉടനെ എത്തിക്കോളും. അത് ഉടനെ പ്രതികരിക്കാൻ റെഡിയായി നിൽക്കുന്നുണ്ട്. അതാ ഞാൻ പറഞ്ഞത്. ഇപ്പൊ ജമാഅത്തെ ഇസ്ലാമി വോട്ട് ചെയ്യുന്നവർക്ക് ഞങ്ങൾ വോട്ട് ചെയ്യില്ല എന്ന് പറഞ്ഞ ആൾക്കാർക്ക് വരെ ഇന്നിപ്പോൾ മുഖ്യമന്ത്രി ആരാകണം എന്നുള്ള അഭിപ്രായമുണ്ട്. മനസ്സിലാക്കണം. കോൺഗ്രസ് മുക്ത ഭാരതം എന്ന് പറയുന്ന BJPയിലെ ഈ വിഷജന്തുക്കൾ പറയുക കോൺഗ്രസ് വിദ്യാഭ്യാസം ഏറ്റെടുക്കണം. മുക്താക്കാൻ പോണോ കോൺഗ്രസിനോട് വിദ്യാഭ്യാസ വകുപ്പ് ഏറ്റെടുക്കാൻ ആ മുരളീധരൻ. മനസ്സിലാക്കണം. എന്താ സത്യപ്രതിജ്ഞ അറിയും നിങ്ങൾ? ഇന്ത്യൻ ഭരണഘടന പ്രകാരം ആർക്കും ഇവിടെ മത്സരിക്കാനും വിജയിക്കാനും ഏത് മന്ത്രാലയത്തിൽ മന്ത്രിയാകാനും രാജ്യത്തിലെ പൗരനുള്ള സ്വാതന്ത്ര്യം, ആ സ്വാതന്ത്ര്യം കൊടുക്കരുതെന്നാണ് ഒരാൾ പറയുന്നത്. സത്യപ്രതിജ്ഞ ചെയ്യുന്നതിന് മുമ്പ് വിദ്യാഭ്യാസ വകുപ്പ് ഇന്ന ആളുകൾ എടുക്കാൻ പാടില്ല. അത് പറയാം. ഇവർക്ക് എന്താ അധികാരമുള്ളത്? ഇതൊക്കെ പറയാനുള്ള ഗവൺമെന്റ് കൊടുക്കണം എന്തിനാ? ഈ നാട് വീണ്ടും കത്തിക്കാനാണ്. എല്ലാം ഇങ്ങോട്ട് അവസാനം ഒക്കെ ലീഗിനെ വരടിക്കിട. ലീഗ് വന്ന് അങ്ങോട്ടാക്കും, ലീഗ് വന്ന് ഇങ്ങോട്ടാക്കും. ലീഗ് വന്നിന് കുറേ കാലം മുഖ്യമന്ത്രിയും ഈ കേരളത്തിലെ എല്ലാ വകുപ്പും ഞങ്ങൾ എക്സൈസ് അല്ലാത്ത ബാക്കിയൊക്കെ ഞങ്ങൾ കൈകാര്യം ചെയ്തിന്. പോയി പരിശോധിക്കും, ഓഡിറ്റ് നടത്ത്. ഈ പറയുന്ന ആളുകളൊക്കെ ഉണ്ടല്ലോ, ഈ തമ്പാക്കാൻ പറയും. ചേക്കുട്ടി സാറിനോട് ചോദിച്ചാൽ അദ്ദേഹത്തിന് പുസ്തകത്തിലുണ്ട്. കേരളത്തിൽ ശ്രീകൃഷ്ണ ജയന്തിക്ക് ഒരു നിവേദനം പോലും എന്താണ് കാത്തിരിക്കാതെ അവധി പ്രഖ്യാപിച്ച മന്ത്രിയുടെ പേര് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ CH മുഹമ്മദ് കോയാണ്. അങ്ങനെ ഞങ്ങളെ നേരെ വരുന്നത്. സംസ്കൃത സർവകലാശാല ഈ നാട്ടിൽ സ്ഥാപിച്ചത് ഞങ്ങളാ. മലയാള സർവകലാശാല സ്ഥാപിച്ചത് ഞങ്ങളാ. സാങ്കേതിക സർവകലാശാല കൂസാറ്റ് ഉണ്ടാക്കിയത് ഞങ്ങളാ. അങ്ങനത്തെ ഞങ്ങളെ നേരെ നിങ്ങൾ ഈ പറയുന്നത്. ഞങ്ങൾ വന്ന എന്തോ കുന്താവും. ഈ വിദ്യാഭ്യാസ വകുപ്പ് മുസ്ലിം ലീഗിന് കൊടുക്കരുതെന്ന് പറയുമ്പോൾ മറ്റു പാർട്ടികളില്ല. ഇവിടെ ആരെങ്കിലും ഒന്നും മുണ്ടിയോ? ഒരു അക്ഷരം മുണ്ടിയില്ലല്ലോ. അവിടെ പറയും ഇവിടെ ഇങ്ങനെ ഈ എന്തും വിളിച്ചു പറയാവുന്ന ഒരു നാടാക്കി പിണറായി വിജയൻ ഈ 10 കൊല്ലം ഈ നാടിനെ മാറ്റിയാണ്. അതിന് ഒരു അറുതി വരണമെങ്കിൽ ഏതെങ്കിലും നല്ല ഉഗ്രം ഭരണം ഇവിടെ വേണം. നല്ല മതേതര പ്രതിബദ്ധതയുള്ള ഒരു ഭരണം ഇവിടെ വേണം. ഇത്തരത്തിലുള്ള വിഷജന്തുക്കളെ തൂക്കി അകത്തിടാൻ പറ്റുന്ന ഇച്ഛാശക്തിയുള്ള ഒരു ഭരണകൂടം UDFൽ നിന്ന് പ്രതീക്ഷിക്കുന്നുണ്ട് കേരളത്തിലെ ജനത. അപ്പോൾ അതിങ്ങനെ നീട്ടി കൊണ്ടുപോകുമ്പം അവർക്ക് വിഷമങ്ങളുണ്ടാവും, പ്രശ്നങ്ങളുണ്ടാവും. അത് സ്വാഭാവികമായും MLA-മാരെ ബാധിക്കും, യാതൊരു സംശയവുമില്ല. അപ്പോൾ അതൊക്കെ ഒരു യാഥാർത്ഥ്യമാണ്. ഞങ്ങൾക്ക് എന്ന് പറഞ്ഞാൽ ഈ വിഷയത്തിൽ എത്രയും പെട്ടെന്ന് ആ തീരുമാനം കൊണ്ട് വരട്ടെ എന്ന കാത്തിരിപ്പല്ലാതെ മറ്റൊന്നും ഈ വിഷയത്തിലില്ല. ശരി, അഴകുഴമ്പൻ സമീപനം എടുക്കുന്ന ഒരാളല്ല മുഖ്യമന്ത്രി കസേരയിൽ ഇരിക്കേണ്ടത് എന്നുള്ള കാര്യം കൂടി വ്യക്തമാക്കുകയാണ് മുസ്ലിം. ഞാൻ തിരിച്ചെത്താം ജിൻഡോയിലേക്ക്. ജിൻഡോ, പനി പിടിച്ചിരിക്കാതെ ശക്തമായി പ്രതികരിക്കണം. ഡോക്ടർ ജിൻഡോ ജോൺ, കാര്യങ്ങൾ വൈകുന്നുള്ള പ്രതിഷേധം ഇപ്പോൾ നിങ്ങളുടെ ഘടകകക്ഷിയായ ലീഗ് തന്നെ പ്രകടിപ്പിച്ച് അങ്ങ് കേട്ടല്ലോ. അപ്പോൾ എത്ര ദിവസം ഇനി കാത്തിരിക്കേണ്ടി വരും? ഇതിലൊരു വ്യക്തത എപ്പോൾ വരുമെന്നാണ് പ്രതീക്ഷിക്കേണ്ടത് പൊതുജനവും നിങ്ങളുടെ ഘടകകക്ഷികളും? അല്ല, പൊതുജനവും ഘടകകക്ഷികളും മാത്രമല്ല, കോൺഗ്രസ് പ്രവർത്തകരും നേതാക്കന്മാരും MLA-മാരും അടക്കം എല്ലാവർക്കും ഇത്തരത്തിൽ
സമയമെടുക്കുന്നതിലൊരു സങ്കടമുണ്ട്. പക്ഷെ പെട്ടെന്ന് തന്നെ തീരുമാനം വരും. ഇന്നോ നാളെയായിട്ട് തീരുമാനം വരുമെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതിനപ്പുറത്ത് ഇതിൽ ഇപ്പോൾ സ്വാഭാവികമായ ഒരു പ്രൊസീജിയറാണല്ലോ. ഒന്നിലധികം ആളുകളുടെ പേരുകൾ നിർദ്ദേശിക്കപ്പെടുകയും എല്ലാ ആളുകളും താല്പര്യത്തോടെ നിൽക്കുകയും ചെയ്യുമ്പോൾ എല്ലാവരെയും കേൾക്കേണ്ടത് അതിൻ്റെ ഒരു ഭാഗമാണ്. ആരെങ്കിലും കേൾക്കാതെ വിട്ടുപോയാൽ അതിന്റെ പേരിൽ നാളെ മറ്റൊരു പഴി കേൾക്കേണ്ടത് അതൊരു ശരിയായ മാതൃകയല്ല. അതുകൊണ്ട് ജനവിധി വന്ന ശേഷം പിന്നെ എല്ലാവരെയും കേൾക്കുക എന്ന് പറഞ്ഞാൽ ജനവിധിയെ പരിഹസിക്കുന്നത് പോലെയാണ് ആ തീരുമാനമെന്നാണ് എല്ലാവരും പറയുന്നത്. ഈ പറയുന്ന ജനങ്ങൾ പറയുന്നതും സമൂഹ മാധ്യമങ്ങളിൽ വരുന്ന പ്രതികരണങ്ങളും എല്ലാം ജിൻഡോയും കാണുന്നതാണല്ലോ. ജിൻഡോയും അതിൽ കൂടി കൃത്യമായി പ്രതികരിക്കുന്ന ഒരാളാണ്. അപ്പോൾ അത് പൊതുജന വികാരമാണ് എന്ന് മനസ്സിലാക്കാത്തവരല്ല വീണ്ടും വീണ്ടും കൂടുതൽ പരിശോധനകളിലേക്ക് കടക്കുന്നത്. അപ്പോൾ ഇത് ആരെ ബോധ്യപ്പെടുത്താനാണ്? അതായത് ഇപ്പോൾ ഹൈക്കമാൻഡ് ഒരാളെ മനസ്സിൽ കരുതുന്നു, അയാൾക്ക് കൊടുക്കാനാവില്ല എന്നതാണെങ്കിൽ അത് അദ്ദേഹത്തെ ബോധ്യപ്പെടുത്താൻ വേണ്ടി കാണിക്കുന്നതാണോ ഇത്? എല്ലാ നേതാക്കളോടും ചോദിച്ച ശേഷമാണിതാ ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു തീരുമാനം എടുക്കേണ്ടി വന്നത് എന്ന് കാണിക്കാനാണോ? അല്ല സ്മൃതി, ജനവിധി വന്നു എന്ന് പറഞ്ഞാൽ UDF അനുകൂലമായിട്ടൊരു ജനവിധി വന്നു. 102 സീറ്റിൽ UDF സ്ഥാനാർത്ഥികൾ ജയിച്ചു, MLA വന്നു. ജനവിധി UDF അനുകൂലമാണ്. അതിനപ്പുറത്ത് ഏത് മുഖ്യമന്ത്രിക്ക് അനുകൂലമാണെന്നുള്ളൊരു ചോദ്യം അവിടെ ഉണ്ടല്ലോ. ആരാണ് മുഖ്യമന്ത്രി എന്നുള്ളൊരു ചോദ്യം അവശേഷിക്കുന്നുണ്ട്. ശ്രീ വിനോദൻ, ഇപ്പോൾ ഗ്രൂപ്പുകൾ കോൺഗ്രസിൽ എല്ലാ കാലത്തും ഗ്രൂപ്പുകളുണ്ട്. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ അറിയാനാകുന്നത് സുധാകരൻ KC വേണുഗോപാൽ ഗ്രൂപ്പ് യോഗം കണ്ണൂരിൽ നടന്നു എന്നുള്ളതാണ്. നാളത്തെ ചർച്ചയിൽ എന്തു പറയണമെന്ന് തീരുമാനിക്കാനുള്ള യോഗമാണ് എന്ന് യോഗത്തിൽ വന്ന നേതാക്കളുടെ പേരുകളടക്കം പുറത്തേക്ക് വരുന്നുണ്ട്. ഇങ്ങനെ ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കാൻ നിൽക്കാത്തതാണോ VD സതീശിൻ്റെ ഒരു കുറവായി മാറിയിരിക്കുന്നത്? കാരണം ഗ്രൂപ്പ് നേതാക്കളാണ് ഇപ്പോൾ വലിയ ശക്തമായി പ്രതികരിക്കാൻ വന്നിരിക്കുന്നത്. ഇപ്പോൾ കേസിക്ക് വേണ്ടി പ്രതികരിക്കാൻ പല നേതാക്കളും രംഗത്തുണ്ടല്ലോ. അത് ഗ്രൂപ്പ് ഉള്ളത് കൊണ്ടാണ്. അപ്പുറത്ത് ഗ്രൂപ്പ് ഉണ്ടാക്കാൻ നിന്നില്ല, പാർട്ടിയെ കെട്ടിപ്പടുക്കാൻ അല്ലെങ്കിൽ പാർട്ടിയെ ശക്തിപ്പെടുത്താനുള്ള പ്രവർത്തനങ്ങൾ VD സതീശൻ നടത്തി. അതുകൊണ്ട് അദ്ദേഹം ഏകനായി പോകുന്നു എന്നാണോ മനസ്സിലാക്കേണ്ടത്? അപ്പോൾ ഗ്രൂപ്പാണ് കോൺഗ്രസിൽ ശരി എന്നതാണോ അതിന്റെ അർത്ഥം? ഗ്രൂപ്പ് യോഗമൊക്കെ നടക്കട്ടെ. ഗ്രൂപ്പ് പാർട്ടിക്ക് പുറത്തുള്ള ആളുകളെ സംബന്ധിച്ചോളം അതിനകത്ത് എന്ത് താല്പര്യമാണുള്ളത്? ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, രാജ്യത്തെ എല്ലാ സ്ഥലങ്ങളിലും മറ്റ് സംസ്ഥാനങ്ങളിൽ കോൺഗ്രസ് തകർന്നത് എങ്ങനെയാണ്? ഇപ്പോൾ ഒരു ദീർഘകാലത്തെ ഭരണക്കുത്തക കഴിഞ്ഞ് BJP ഒരു ശക്തിയായി വന്നതിന് ശേഷം മൂന്നാം ശക്തി വന്ന സ്ഥലങ്ങളിലെല്ലാം കോൺഗ്രസ് ഇല്ലാതായി. ഉത്തർപ്രദേശിലും ബീഹാറിലും ഇല്ലാതായി. പിന്നീട് മധ്യപ്രദേശിലും രാജസ്ഥാനിലും പിടിച്ചു. അവിടെ പോലും മധ്യപ്രദേശിൽ പോലും ഇത്തരത്തിലുള്ള നീക്കങ്ങൾ നടത്തിയ അവസാനം അത് ഇല്ലാതായി. കേരളത്തിൽ ഒരു മുന്നണി സംവിധാനത്തിൽ ശരിക്കും UDF നിലനിൽപ്പിന് എനിക്കൊന്ന് ഏറ്റവും പ്രധാനപ്പെട്ട ശക്തി എന്ന് പറഞ്ഞാൽ മുസ്ലിം ലീഗാണ്. മുസ്ലിം ലീഗിൻ്റെ സംഘടന മലബാറിൽ മുസ്ലിം ലീഗിൻ്റെ സംഘടനയല്ലേ ഈ തെരഞ്ഞെടുപ്പിന് നയിച്ചത്. അപ്പോൾ ഇത് എങ്ങനെയെങ്കിലും കാത്തു സൂക്ഷിക്കുന്നതിന് പകരം ഈ കോൺഗ്രസ് നേതാക്കന്മാർ ഗ്രൂപ്പ് കൂടിയിട്ട് ഇന്നയാളെ ആക്കണമെന്ന് പറഞ്ഞ് സമ്മർദ്ദം ചെലുത്തുക, തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാത്ത ഒരാളെ പിൻവാതിലിൽ കൂടെ കൊണ്ടുവരിക, അങ്ങനെ ഇവിടെയും ഈ കോൺഗ്രസിനെ തകർത്ത് ഈ മുന്നണിയെ തകർത്ത് BJPക്ക് വഴിയൊരുക്കി കൊടുക്കാനാണ് ഇവർ ശ്രമിക്കുന്നതാണ് എനിക്ക് തോന്നുന്നത്. ഒരു കോൺഗ്രസ് MLA വിവരമുള്ളവരെന്ന് ധരിച്ചിരുന്ന ഒരു ഞാനും പഠിച്ച സർവകലാശാലയിലാണ് അദ്ദേഹം പഠിച്ചത്. ഒരു കോൺഗ്രസ് MLA അദ്ദേഹം മുസ്ലിം ലീഗിന് എന്ത് കാര്യം, അതായത് മുസ്ലിം ലീഗ് UDF പ്രധാനപ്പെട്ട ഘടകകക്ഷിയായ മുസ്ലിം ലീഗിൻ്റെ പ്രതിനിധികളെ ഇതിൻ്റെ നിരീക്ഷകർ AICCയുടെ നിരീക്ഷകർ അവരുടെ അഭിപ്രായം അറിയാൻ വേണ്ടി മുസ്ലിം ലീഗിൻ്റെ നേതാക്കന്മാരെ വിളിച്ചു വരുത്തിയിട്ട് മുസ്ലിം ലീഗിൻ്റെ എന്ത് കാര്യമെന്നൊരു കോൺഗ്രസ് MLA ചോദിക്കുന്നതിന് തീർച്ചയായിട്ടും അത് തള്ളിപ്പറയാൻ, അതിനെക്കുറിച്ച് അഭിപ്രായം പറയാൻ ശരിക്കും കോൺഗ്രസിൻ്റെ ഒരു നേതാവും തയ്യാറായില്ല. അത്ഭുതകരമാണ് ആ കാര്യം. അപ്പോൾ ഈ മുന്നണി തകർന്നു പോട്ടെ എന്നാണോ അവരുടെ ധാരണ? യഥാർത്ഥത്തിൽ എനിക്കത് അത്ഭുതം തോന്നുന്നത് മുസ്ലിം ലീഗ് കാണിക്കുന്ന ഈ മാന്യതയും മര്യാദയും അങ്ങേയറ്റത്തെ എന്താ പറയേണ്ട ഒരുതരം ഔചിത്യം. ഇപ്പം തന്നെ ഈ കളി മൊത്തം മാറും. ഒരു മാധ്യമവും അറിയാതെ മുസ്ലിം ലീഗിൻ്റെ നേതൃത്വം രാഹുൽ ഗാന്ധി അറിയിക്കുന്നു, ഞങ്ങളില്ല, ഞങ്ങൾക്ക് ഒരു പ്രശ്നവുമില്ല, ഞങ്ങൾ പിന്താങ്ങും, പൂർണ്ണമായും ഞങ്ങൾ ഈ മന്ത്രിസഭയെ പിന്താങ്ങും, ഞങ്ങൾ മന്ത്രിസഭയിലേക്കില്ല എന്നൊരു വാക്ക് പറഞ്ഞാൽ അന്ന് കളി തീരും. പക്ഷെ അവരതിന് പോകുന്നില്ല. യഥാർത്ഥത്തിൽ എനിക്ക് തോന്നുന്നു മുസ്ലിം ലീഗ് 1978 AK ആന്റണി രാജിവെച്ചിട്ട് കോൺഗ്രസിൻ്റെ ഒരാൾ മുഖ്യമന്ത്രിയാവാനല്ല അദ്ദേഹം പറഞ്ഞത്. അന്ന് കോൺഗ്രസിൻ്റെ വലിയ നേതാക്കന്മാർ, ആന്റണിയേക്കാൾ വലിയ പാരമ്പര്യമുള്ള നേതാക്കന്മാർ, വരദരാജൻ നായരെ പോലെ സ്വാതന്ത്ര്യ സമരത്തിന് നേതൃത്വം നൽകിയ ആളുകൾ, MK രാഘവനെ പോലെയുള്ള തൊഴിലാളി നേതാക്കൾ, ശങ്കരനാരായണനൊക്കെ ഉണ്ട്. പക്ഷെ അന്ന് ആന്റണി എന്തുകൊണ്ടെന്ന് എനിക്കറിയില്ല, CPI മുഖ്യമന്ത്രി സ്ഥാനം ഏറ്റെടുത്താൽ മതി എന്ന് ആന്റണി പറഞ്ഞു. അതുപോലെ ഇന്ന് മുസ്ലിം ലീഗ് വേണമെങ്കിൽ ആവശ്യപ്പെടാവുന്നതാണ്, ശരി നിങ്ങൾ തമ്മിലുള്ള വഴി അവിടെ നിൽക്കട്ടെ, ഞങ്ങൾക്ക് മുഖ്യമന്ത്രി സ്ഥാനം തരണം. അങ്ങനെ അവർ ആവശ്യപ്പെടുന്നില്ലല്ലോ. ഇപ്പം നേരത്തെ പറഞ്ഞില്ല, ആ MLA അത് പറഞ്ഞതിന് ശേഷം അത് ഏറ്റെടുത്തത് ശശികലയെ പോലെ ഒരാൾ, വെള്ളാപ്പള്ളി നടേശനെ പോലെ ഒരാൾ. അപ്പോൾ കേരളത്തിൽ ഈ രീതിയിൽ വർഗീയ വിഭജനം ഉണ്ടാക്കാൻ ഒക്കെ കൂട്ടുനിൽക്കുന്ന രീതിയിൽ ഒരു ഉത്തരവാദിത്വവുമില്ലാതെ കോൺഗ്രസിൻ്റെ MLA-മാർ, യുവ MLA-മാർ എന്നൊക്കെ പറയുന്നവർ പെരുമാറുമ്പം അവരെയൊക്കെ നിയന്ത്രിക്കാൻ ബാധ്യതപ്പെട്ടവർ അവിടെ ഇവിടെയും പോയി ഗ്രൂപ്പ് കളിക്കുന്നു. എന്ത് ഗ്രൂപ്പ്? അവസാനം ഇത് പൂർണ്ണമായിട്ടും ഇല്ലാതായി.
അവരൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഈ വിജയത്തിൻ്റെ പ്രധാനപ്പെട്ട ശില്പി എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നത് മുസ്ലിം ലീഗാണെന്നാണ്. ഞാൻ ഈ മുന്നണിക്ക് പുറത്തു നിൽക്കുന്ന, മുന്നണിക്ക് വോട്ട് ചെയ്യാത്ത ഒരാളാണ്. ഞാനൊരു കാര്യം പറയട്ടെ, ഞാൻ കൊല്ലം ജില്ലയിൽ നിന്നുള്ളതാണ്. കൊല്ലം ജില്ലയിൽ ഏറ്റവും സാധ്യത കുറഞ്ഞ ഒരു സീറ്റിലാണ് മുസ്ലിം ലീഗ് മത്സരിച്ചത്. അവരതിനു മുമ്പ് മത്സരിച്ചിട്ടുള്ള സീറ്റ് അതല്ല. തിരുവനന്തപുരത്ത് മുസ്ലിം ലീഗിന് ആവശ്യപ്പെടാമായിരുന്നു. കഴക്കൂട്ടത്ത് ജയിച്ചിട്ടുള്ള പാർട്ടിയാണിത്, ഇരവിപുരത്ത് ജയിച്ചിട്ടുള്ള പാർട്ടിയാണ്. മുസ്ലിം ലീഗിന് തിരുവനന്തപുരത്തും കൊല്ലത്തും ജയിക്കുന്ന സീറ്റ് വേണം, അവരാവശ്യപ്പെട്ടില്ല. അത്രയും മര്യാദ കാണിക്കുന്ന ഈ മുന്നണിയുടെ വിജയത്തിന് തന്നെ അടിസ്ഥാനമായി പ്രവർത്തിച്ച ഒരു സംഘടനയോട് പോലും നിരുത്തരവാദപരമായി പെരുമാറുക. എനിക്ക് തോന്നുന്നു കോൺഗ്രസിൻ്റെ ഈ നേതാക്കന്മാരെന്ന് പറയുന്നവരും MLA മാരെന്ന് പറയുന്നവർക്കൊക്കെ ഇത് മതിമറന്നു പോയിരിക്കുകയാണ്. ഈ 63 സീറ്റ് കിട്ടിയത്, 63 സീറ്റൊക്കെ ഇതിനു മുമ്പും കിട്ടിയിട്ടുണ്ട്. അന്നത്തെ അനുഭവം കൂടെ ഒക്കെ ഒന്ന് മനസ്സിലാക്കാൻ എനിക്കൊന്ന് പ്രായവും പക്വതയും ചരിത്രബോധവും ഒക്കെ ഉള്ള കോൺഗ്രസ് നേതാക്കന്മാർ, ഈ പുതിയ കോൺഗ്രസ് നേതാക്കന്മാരോട് പറയണം. എന്നെ സംബന്ധിച്ചോളം ഞാൻ ഇതിന് പുറത്ത് നിൽക്കുന്നതാണെന്ന് എനിക്ക് സന്തോഷമാണ്. UDF തകരട്ടെ, അതായിരുന്നാലും മൂക്കൊന്നുമില്ല. കാരണം തകരട്ടെ, അങ്ങനെ പോട്ടെ, ഇങ്ങനെ തകരണമെങ്കിൽ തകരട്ടെ. പക്ഷേ അവർ ഇത്രയും വേഗത്തിൽ ഇങ്ങനെ ഒരു തകർച്ചയ്ക്ക് നേതൃത്വം നൽകും എന്നുള്ളത് ഞങ്ങൾ ആരും പ്രതീക്ഷിച്ചല്ല. സത്യത്തിൽ സാധാരണഗതിയിൽ എല്ലാവരുമായി ചർച്ച ചെയ്തൊരു സമവായത്തിലെത്തുക എന്നൊരു രീതിയുണ്ടെന്ന്. പക്ഷേ ഇപ്പോഴത്തെ സാഹചര്യം കൂടി വ്യത്യസ്തമാണല്ലോ. അതാണ് ശ്രീ TK വിനോദൻ ചൂണ്ടിക്കാണിച്ചത്, അതാണ് ഷാഫി ചാലിയും ചൂണ്ടിക്കാണിച്ചത്. അപ്പോൾ ഘടകകക്ഷിക്ക് ബോധ്യമാകാത്ത തരത്തിൽ കാര്യങ്ങൾ കൈവിട്ടു പോകുന്നു. ഇപ്പോൾ വെള്ളാപ്പള്ളി നടേശൻ എന്നുള്ള ഈ തെരഞ്ഞെടുപ്പിൽ ഒരു പ്രധാനപ്പെട്ട ഘടകമായിരുന്നല്ലോ ശ്രീ NP ചെക്കുട്ടി. തെരഞ്ഞെടുപ്പിൽ ഒരു വലിയ ഫലം UDFന് നൽകാൻ, അല്ലെങ്കിൽ വലിയൊരു കണക്കിലേക്ക് UDFന് എത്താൻ കഴിഞ്ഞതിലൊരു പ്രധാനപ്പെട്ട ഘടകം വെള്ളാപ്പള്ളി നടേശൻ തന്നെയാണ്. അപ്പോൾ അത്തരം പ്രവണതകൾ അല്ലെങ്കിൽ അത്തരം പ്രതികരണങ്ങൾ ഇനിയും ശക്തമാകാൻ ഈ സമയത്ത് അതിന് സാധിക്കുമെന്നുള്ളതാണ്. ഇടയ്ക്കിടയ്ക്ക് ആ പ്രതികരണങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അത് ഈ വിജയത്തിന്റെ മാറ്റു കുറയ്ക്കുന്ന നടപടികളിലേക്ക് ഇനിയും പോകുക എന്നുള്ള ഒരു പ്രധാനപ്പെട്ട വിഷയമാണ്. അത് മാത്രമല്ല, അങ്ങ് പറഞ്ഞു 2 ദിവസത്തിനകം തീരുമാനമാകും. അത് തന്നെയാണ് നമ്മൾ അറിയുന്നത്. ഒന്നുകിൽ നാളെ അല്ലെങ്കിൽ ബുധനാഴ്ച തീരുമാനം വന്നേക്കാം. പക്ഷേ ആ തീരുമാനം എന്തായിരിക്കും എന്നുള്ളതാണല്ലോ ഏറ്റവും പ്രധാനം. എടുക്കുന്ന സമയമല്ല, എടുക്കുന്ന സമയത്തിൽ എന്ത് തരം ചർച്ചകൾ നടക്കുന്നു എന്നുള്ളതാണ്. ഈ ഒളിച്ചുകടത്തൽ എന്നുള്ള പ്രയോഗം ഒരു പ്രധാനപ്പെട്ട ഘടകമല്ലേ? അല്ല, അത് പിൻവാതിൽ വഴി വരുന്ന ആൾ തന്നെയാണ് കേരളം ഭരിക്കുക എന്നുള്ള ഒരു നിഗമനത്തിലേക്ക് എത്താൻ കഴിയില്ല. കേരളത്തിൽ പിന്നെ കോൺഗ്രസിൻ്റെ MLA മാരിൽ നിന്ന് ഒരാളെ തിരഞ്ഞെടുക്കുക എന്നുള്ളതാണ് യഥാർത്ഥമുള്ള പ്രശ്നം. അപ്പോൾ എനിക്ക് തോന്നുന്നത് അക്കാര്യത്തിൽ കോൺഗ്രസ് നീതിപൂർവമായൊരു നിലപാടെടുക്കും എന്ന് ഞാൻ വിചാരിക്കുന്നത്. അല്ലാണ്ട് പിൻവാതിൽ വഴി വന്ന ഒരാൾ, അദ്ദേഹത്തിന് 10ാം നമ്പർ ജനപഥത്തിലൊക്കെ വലിയ സ്വാധീനം ഉള്ളതുകൊണ്ട് ഒരുപക്ഷെ അദ്ദേഹത്തെ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായിട്ട് അവരോധിക്കും എന്നുള്ള ഒരു തീരുമാനത്തിൽ കോൺഗ്രസ് എത്തുമെന്ന് ഞാൻ കരുതുന്നില്ല. അതിന് കാരണം എന്ന് വെച്ചാൽ അദ്ദേഹം അങ്ങനെ KC വേണുഗോപാലിനെ അങ്ങനെ വാഴിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ റിപ്പർക്കഷൻസ് വളരെ കൂടുതലായിരിക്കും. കാരണം ആലപ്പുഴയിൽ ഒരു മത്സരത്തിലേക്ക് അവർ പോകേണ്ടതായിട്ട് ഒരു ലോക്സഭാ മത്സരം, അവിടെ BJP കഴിഞ്ഞ തവണ ശോഭാ സുരേന്ദ്രൻ മത്സരിച്ചപ്പോൾ അവർക്ക് 27% വോട്ട് കിട്ടിയൊരു മണ്ഡലമാണത്. അപ്പോൾ അത്തരം ഒരു അന്തരീക്ഷത്തിൽ വളരെ റിസ്ക് ഉള്ള ഒരു അവസ്ഥയിലേക്ക് കോൺഗ്രസ് പോകാനിടയില്ല. തീർച്ചയായും ഈ തർക്കങ്ങൾ ഇങ്ങനെ നീണ്ടുപോകുന്നതിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം കോൺഗ്രസ്സുകാരുടെ ഈ ജനിതക രോഗമാണ് ഗ്രൂപ്പിസം. തർക്കമൊന്നുമില്ല. പക്ഷേ അതിന് വില കൊടുക്കേണ്ടി വരുന്നത് അവരുടെ കൂടെ നിൽക്കുന്ന സത്യസന്ധമായിട്ട് രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്ന മറ്റ് കക്ഷികളാണ്. അതിൽ ഏറ്റവും വലിയ വില കൊടുക്കേണ്ടി വന്നിരിക്കുന്നത് മുസ്ലിം ലീഗിനാണ്. എന്ത് വിഷയത്തിലും മുസ്ലിം ലീഗിനെ നേരെ കുരച്ചു ചാടുന്ന ഒരു അത് പണ്ട് മുതലേ കേരളത്തിലുള്ള വെള്ളാപ്പള്ളി അടക്കമുള്ള ആളുകൾ മറ്റ് രാഷ്ട്രീയ കക്ഷികൾ AK ബാലനെ പോലെ നേതാക്കളൊക്കെ. പക്ഷേ കോൺഗ്രസ്സിൽ തന്നെ പിന്നെ യുവ നേതാക്കൾ ഈ നിലപാടെടുക്കുമ്പോൾ അത് അവരിയ്ക്കുന്ന കൊമ്പ് മുറുക്കിയാണ് എന്ന് കുഴൽനാടനെ പോലുള്ള ആളുകൾ മനസ്സിലാക്കണം. ഇത് ഈ കൊമ്പ് മുറിഞ്ഞു കഴിഞ്ഞാൽ ആ കൊമ്പിന് പകരം വരാൻ പോകുന്നത് BJPയുടെ താമരയായിരിക്കും എന്നുള്ള സത്യവും കുഴൽനാടനെങ്കിലും മനസ്സിലാക്കണം. കുഴൽനാടന് പക്ഷേ അത്തരം കാര്യങ്ങൾ വലിയ താല്പര്യമില്ല. അദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം ഈ ജയത്തിൻ്റെ അഹങ്കാരത്തിൽ അങ്ങനെ അദ്ദേഹത്തെ പോലുള്ള ആളുകൾ പറയുന്നത് എവിടെയാണ് ആ പാർട്ടിയെ കൊണ്ടെത്തിക്കുക എന്നുള്ളത് വളരെ അത്ഭുതകരമായിട്ടൊരു കാര്യമാണ്. ശരി ജിൻഡോ, നിങ്ങൾ ഈ പറയുന്നതൊക്കെ കേൾക്കുന്നത് കോൺഗ്രസ് ഇത് സശ്രദ്ധം മനസ്സിലാക്കുന്നുണ്ടോ, അതോ ഞങ്ങളുടെ തീരുമാനം അത് ഞങ്ങളുടെ മാത്രം തീരുമാനം, അതിൽ നിങ്ങൾക്ക് കാര്യമില്ല എന്ന രൂപത്തിലാണോ? സ്മൃതി, ഞങ്ങളിതെല്ലാം കേൾക്കുന്നുണ്ട്, എല്ലാം മനസ്സിലാക്കുന്നുണ്ട്. ഞങ്ങളുടെ മുഖ്യമന്ത്രിയെ പ്രഖ്യാപിക്കുന്നതോടുകൂടി ഇതിനെല്ലാം മറുപടിയാകും. പിന്നെ ഘടകകക്ഷികളെ വേണ്ടത്ര പരിഗണിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ കോൺഗ്രസ് മുസ്ലിം ലീഗിനെ പരിഗണിക്കുന്നത് പോലെ, മുസ്ലിം ലീഗ് കോൺഗ്രസിനെ പരിഗണിക്കുന്നത് പോലെ ഞങ്ങളെല്ലാവരും ഒന്നിച്ചു നിന്നാണ് ഈ തെരഞ്ഞെടുപ്പ് ജയിച്ചത്. ഞങ്ങൾക്ക് ആർക്കും അങ്ങനെ വേർതിരിവില്ല, മൂപ്പിളത്തർക്കോ ഒന്നുമില്ല. ഈ PM ശ്രീയിൽ ഒപ്പിടാൻ പോയപ്പോഴും അല്ലെങ്കിൽ മദ്യനയം കൊണ്ടുവന്നപ്പോഴൊക്കെ CPIയെ അറിയിക്കാതെ ആ പണി ചെയ്ത CPMനെ ന്യായീകരിക്കുന്ന ആളുകളാണ് UDF തകരട്ടെ, അതുകൊണ്ട് ലീഗിനോട് അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു എന്ന് പറയുന്നത്. കോൺഗ്രസിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള അഭിപ്രായ പ്രകടനങ്ങളെ ഈ പറഞ്ഞ ശശികലയ്ക്കോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും വിശകലമാർക്കോ മറ്റാർക്കെങ്കിലും ഉപയോഗിക്കാനുള്ള സാഹചര്യം ഉണ്ടാക്കാൻ ഒരു രീതിയിലും കോൺഗ്രസ് അനുവദിക്കില്ല. അത് ഈ തീരുമാനം വരുമ്പോൾ നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാകും. കോൺഗ്രസ്
കോൺഗ്രസ് എന്ന് പറഞ്ഞാൽ കോൺഗ്രസിന് കേരളത്തിലെ UDF എന്നുള്ള സംവിധാനം തന്നെയാണ്. ഞങ്ങൾ പ്രവർത്തിച്ച സമയത്ത് 10 വർഷക്കാലം ഞങ്ങൾ പോരാട്ട ഭൂമിയിലായിരുന്നപ്പോൾ ഞങ്ങൾ ഒരു തരത്തിലും പിന്തുണയ്ക്കാത്ത ആളുകൾ ഇപ്പോൾ ഞങ്ങളെക്കുറിച്ച് വേവലാതിപ്പെടുന്നത് എന്തിനാണെന്ന് ഞങ്ങൾക്കറിയാം. ഇപ്പോൾ കേരളത്തിന്റെ മുഖ്യമന്ത്രി ആയിരുന്ന മനുഷ്യൻ വാടക വീട്ടിലിട്ട് പോയില്ലേ, അത് കേരള കോൺഗ്രസും മുസ്ലിം ലീഗ് അടക്കം RSP അടക്കമുള്ള മുഴുവൻ കക്ഷിയിലെയും സാധാരണക്കാരായ മനുഷ്യർ തെരുവിലിറങ്ങി പോരാടിയതിന്റെ ഭാഗമാണ്. അപ്പോൾ ആ പോരാട്ടത്തിന്റെ ഭാഗമായിട്ട് തന്നെ ഞങ്ങൾ മുന്നോട്ട് പോകുന്നു. ഞങ്ങൾ തെരഞ്ഞെടുക്കുന്ന വലിയ ഭൂരിപക്ഷത്തിൽ ജയിക്കുന്നവരെയും താഴെ ഇറക്കാൻ കൂടി ഈ ജനം വിചാരിച്ചാൽ കഴിയുമെന്ന് കൂടി ബോധ്യപ്പെടുത്തിയ തെരഞ്ഞെടുപ്പാണല്ലോ. ധർമ്മടത്ത് എത്ര കഴിഞ്ഞിട്ടാണ് അദ്ദേഹം ഭൂരിപക്ഷത്തിലേക്ക് എത്തിയതെന്ന് നമ്മൾ കണ്ടതാണ്. അപ്പോൾ ആ പാഠങ്ങൾ നിങ്ങളും ഉൾക്കൊള്ളേണ്ടതാണ്. അങ്ങീ പറഞ്ഞ PMCയുടെ കാര്യത്തിലാണെങ്കിൽ അങ്ങ് TK വിനോദിനെയാണ് ഉദ്ദേശിച്ചതെങ്കിൽ CPI അത് പറഞ്ഞതുകൊണ്ടാണ് അതിൽ തിരുത്തൽ വേണ്ടി വന്നത്. അത് മറക്കരുത്, തിരുത്തൽ വന്നു. തിരുത്തി എന്ന് പറഞ്ഞാൽ എന്താ തിരുത്തിയത്? എലപ്പുള്ളിയിൽ മദ്യ കമ്പനി കൊണ്ടുവരുന്ന കാര്യത്തിൽ എന്ത് തിരുത്തൽ നടത്തി? സ്മാരകത്തിൽ പോയി മീറ്റിംഗ് നടത്തി എന്നുള്ളതല്ല തീരുമാനം. PM ശ്രീയിൽ എന്ത് തിരുത്തൽ വരുത്തി? ഒപ്പിട്ടതിന് ശേഷം എന്ത് തിരുത്തൽ വരുത്തി? അതിനിപ്പോ നടപ്പാക്കാൻ പറ്റുമോ ഇല്ലേ എന്നുള്ള ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുക. എന്ത് തിരുത്തൽ വരുത്തിയത്? പിൻവാങ്ങിയോ? സത്യത്തിൽ പിൻവാങ്ങാൻ പറ്റുമോ? കേന്ദ്ര സർക്കാരിന്റെ അനുമതി ഇല്ലാതെ പിൻവാങ്ങാൻ പറ്റുമോ? സംഘപരിവാർ വിരുദ്ധ പോരാട്ടത്തിന്റെ മുൻപന്തിയിൽ നിൽക്കുന്ന ആളെന്നുള്ള ഞാൻ പറയട്ടെ മാഷെ മാഷ് പറഞ്ഞപ്പോ ഞാൻ എല്ലാം കേട്ടിരുന്നില്ലേ? കോൺഗ്രസിനെ കുറിച്ചല്ലേ പറഞ്ഞേ? ഞാൻ കേട്ടിരുന്നില്ലേ? ഈ സംഘപരിവാർ വിരുദ്ധ പോരാട്ടത്തിന്റെ കുന്തമുനെന്ന് അവകാശപ്പെട്ട ആ ശിവൻകുട്ടി ആ PM ശ്രീയിൽ ഒപ്പിട്ടതിന്റെ പിറ്റേന്നാണ് ഹിജാബ് വിഷയത്തിൽ ഞങ്ങൾ മുസ്ലിങ്ങളെ മുഴുവൻ ചേർത്ത് നിർത്തുകയാണെന്നും പറഞ്ഞ ഒരു ഫേസ്ബുക്കിൽ ഫോട്ടോ ഇട്ട് വലിയ മിടുക്കനായത്. അപ്പൊ നമുക്കറിയാം ഇതൊക്കെ എങ്ങനെയാന്ന്. PM ശ്രീക്ക് ഒരു കുഴപ്പമില്ലെന്ന് പറഞ്ഞത് ശിവൻകുട്ടിയാ. പിന്നെ എന്തിനാ തിരുത്തണം? ഒരു കുഴപ്പമില്ലെന്ന് എന്ന് നിങ്ങൾക്ക് ഗംഭീര വിജയം കിട്ടിയത് അതല്ലേ ചോദ്യം? ഞാൻ പറയട്ടെ, പറഞ്ഞ അവസാനിപ്പിക്കൂ, സമയായി. ഞാൻ പറയട്ടെ സ്മൃതി, ഞങ്ങളുടെ MLA-മാരുടെ കൂട്ടത്തിൽ നിന്ന് തീരുമാനമെടുക്കും, നേതാക്കന്മാർ കൂടി ആലോചിച്ച് മുഖ്യമന്ത്രിയെ പ്രഖ്യാപിക്കും. നിങ്ങൾ ഞങ്ങളുടെ ബൂത്തിൽ വന്ന് പ്രവർത്തിച്ചിട്ടോ ബൂത്തിൽ ഇറങ്ങി പ്രവർത്തിച്ചിട്ടോ മുദ്രാവാക്യം വിളിച്ചിട്ടോ അല്ലല്ലോ ഞങ്ങൾ ജയിച്ചത്. ഞങ്ങളെ നിങ്ങൾ ആക്ഷേപിച്ചിട്ടില്ലേ? ഇതേ VD സതീശനെ വയനാട്ടിലെ ഭൂമി വീട് എവിടെയെന്ന് ചോദിച്ചു കോൺഗ്രസും ലീഗും മാത്രം വോട്ട് ചെയ്തല്ല 102-ലേക്ക് എത്തിയത് മറക്കണ്ട. ജനം എന്ന് പറയുന്നത് അതിലപ്പുറമുള്ളവരുമുണ്ട്. യഥാർത്ഥ ഇടതുപക്ഷം നിങ്ങൾ വിളിച്ചവരും നിങ്ങൾ വിളിച്ചവരും വോട്ട് ചെയ്തിട്ടാണ് നിങ്ങൾക്ക് ആ 102 കിട്ടിയത്. വോട്ട് ചെയ്യാൻ പാകത്തിന് നിങ്ങൾക്ക് വോട്ട് ചെയ്യാൻ പാകത്തിന് ഞങ്ങൾക്ക് പ്രാപ്തി ഉണ്ടെന്ന് തെളിയിച്ചത് ഞങ്ങളുടെ പോരാട്ടത്തിലൂടെയാ. ശരി, ആ പ്രാപ്തി നിങ്ങൾ വളരെ പെട്ടെന്ന് തെളിയിക്കൂ. പിന്തുണച്ചതുകൊണ്ടല്ല, തെരുവിലിറങ്ങി ഞങ്ങളുടെ ചെറുപ്പക്കാരെ കൊണ്ടതാ. പിണറായി വിജയനെ മാറ്റി നിർത്തൂ. പരാജയം സംബന്ധിച്ച് മണ്ണിലേക്ക് ഇറങ്ങിയവരെ മാറ്റി നിർത്തൂ. ഞാൻ പറയട്ടെ സ്മൃതി വെയിറ്റ് ചെയ്യും. എനിക്ക് മറുപടി പറയട്ടെ. സ്മൃതിയല്ലേ കുറച്ചു മുമ്പ് എന്നോട് മറുപടി പറഞ്ഞു. ഞാൻ മറുപടി പറയട്ടെ, സ്മൃതി വെയിറ്റ് ചെയ്യും. ഞങ്ങളെ എതിർക്കുന്നവർക്ക് പോലും ഞങ്ങൾക്ക് വോട്ട് ചെയ്യുന്ന രീതിയിൽ പ്രവർത്തിച്ചത് അത് ഒരു നേതാവിന്റെ നേതൃത്വത്തിലല്ല. കേരളത്തിലെ ബൂത്ത് തലം തൊട്ട് മുകളിലറ്റം വരെയുള്ള മുഴുവൻ നേതാക്കന്മാരും ഒരുപോലെ ഒറ്റ ലക്ഷ്യത്തിന് വേണ്ടി പ്രവർത്തിച്ചത് കൊണ്ടാണ്. നിങ്ങൾ അങ്ങനെ ഓരോ നേതാക്കന്മാർ വേർതിരിച്ച് ഒരാൾ സംഘപരിവാറിന്റെ ആള്, ഒരാൾ മറ്റേ ആള്, അങ്ങനെയൊന്നും പറയണ്ടെന്നേ. ഞങ്ങളെല്ലാവരും ഒന്നിച്ച് തന്നെ പ്രവർത്തിച്ചത്. അങ്ങനെ ഓരോ നേതാക്കന്മാർ വേർതിരിച്ച് കാണിക്കാൻ പറ്റുക? അങ്ങനെ വേർതിരിച്ച് കാണിക്കണ്ട. വെള്ളാപ്പള്ളി നടേശന്റെ കുൽസിത പ്രസ്താവനകൾക്കെതിരെ, ശശികലയ്ക്കെതിരെ, BJPക്കെതിരെ, സംഘപരിവാർ വൽക്കൃതമായിട്ടുള്ള പിണറായി വിജയൻ സർക്കാരിനെതിരെ തെരുവിലിറങ്ങി പോരാടിയതിൽ ഞങ്ങൾ എല്ലാവരും ഉണ്ട്. ഈ ജയിച്ചു വന്ന MLA-മാരും ഉണ്ട്. അപ്പൊ ജനാധിപത്യത്തിൽ എല്ലാവരുടെയും അഭിപ്രായം കേൾക്കണം. അതുകൊണ്ടാണ് വൈകുന്നത്. ജനങ്ങളുടെ അഭിപ്രായം, അതുപോലെ ജയിച്ചു വന്ന MLA-മാരുടെ അഭിപ്രായം, നേതാക്കന്മാരുടെ അഭിപ്രായം, നിങ്ങളുടെ നേതാക്കളെ മുഴുവൻ കേട്ട് അത് ജനങ്ങളുടെ അഭിപ്രായത്തിന് വ്യത്യസ്തമാകുമെന്ന് നോക്കാം. 2 ദിവസം ഉണ്ടല്ലോ. നാളെ ചൊവ്വാഴ്ച. നല്ല തീരുമാനങ്ങൾ നിങ്ങൾ ചൊവ്വാഴ്ച എടുക്കില്ലായിരിക്കാം, ബുധനാഴ്ചത്തേക്ക് പ്രതീക്ഷിക്കാം അല്ലേ? നമ്മുടെ സമയം കഴിഞ്ഞുകൊണ്ടാണ്. വളരെ നന്ദി ഡോക്ടർ ജിൻഡോ ജോൺ, ഷാഫി ചാരിയം, TK വിനോദൻ, NP ചെക്കുട്ടി ചർച്ചയിൽ പങ്കെടുത്തത്. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.